Hello, dears. Welcome back to Future Powered by Gokulam. റീനീറ്റ് ഫോക്കസ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ് പി ബ്ലോക്ക് എലമെന്റ്സ്. കാരണം നിങ്ങൾ +2 പഠിക്കുന്ന സമയത്ത് ഈ ചാപ്റ്റർ പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, സിലബസിൽ ഇല്ല ബോർഡ് എക്സാമിന്. പക്ഷെ നമ്മുടെ നീറ്റ് സിലബസിൽ പി ബ്ലോക്കിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, അനോമലസ് ബിഹേവിയർ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഹൈഡ്രേറ്റുകൾ, ഓക്സൈഡുകൾ, ഓരോ ഗ്രൂപ്പിന്റെയും അങ്ങനെ ചില കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ നമ്മെ സംബന്ധിച്ചിടത്തോളം തിയറിയും പ്രാധാന്യമാണ്. ഞാൻ പി ബ്ലോക്കിലെ ചില പ്രധാനപ്പെട്ട തിയറികൾ പറഞ്ഞിട്ടേ ഞാൻ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നുള്ളൂ. നിങ്ങൾക്ക് തിയറി ഒരുപക്ഷെ അറിയാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, പി ബ്ലോക്ക് എലമെന്റ്സ് ഗ്രൂപ്പ് 13 to 18. ഗ്രൂപ്പ് 13 to 18 ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, നിക്കോജൻസ്, ഓക്സിജൻ ഫാമിലി, ചാൽക്കോജൻസ്, ഫ്ലൂറിന്റെ ഫാമിലി ഹാലജൻസ്, ഫ്ലൂറിൻ ഫാമിലി ഹാലജൻസ് എന്നാണ് പറയേണ്ടത്. നോബിൾ ഗ്യാസസ്, ഇനേർട്ട് ഗ്യാസസ്, സീറോത്ത് ഗ്രൂപ്പ്. ഓക്കെ, ബോറോൺ ഫാമിലി ലാസ്റ്റ് എലമെന്റ് താലിയം അല്ല, നിഹോനിയമാണ്. കാർബൺ ഫാമിലി ഫ്ലൂറോവിയം, നൈട്രജൻ ഫാമിലിയിൽ മൊസ്കോവിയം, ഓക്സിജൻ ഫാമിലിയിൽ ലിവർമോറിയം, ആൻഡ് ഹാലജൻസിൽ ടെന്നിസിൻ, ആൻഡ് നോബിൾ ഗ്യാസിൽ ഒഗനസോൺ. ആ ലാസ്റ്റ് കാണുന്ന എലമെന്റ്സിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 113, 114, അങ്ങനെ പോയി 118. അഥവാ ലാസ്റ്റ് എലമെന്റ്സിന്റെ ആറ്റോമിക് നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് ഗ്രൂപ്പ് നമ്പർ ആയിരിക്കും എന്നാണ് വേറൊരു കാര്യം. ഓക്കെ, അപ്പോൾ പി ബ്ലോക്ക് എലമെന്റ്സ് ഓരോ ഫാമിലി ഏതാണ് എന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. നമുക്ക് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് വെച്ചാൽ NS2 NP1 to 6 ആണെന്ന് അറിയാലോ. ഇതിൽ നോൺ മെറ്റൽസും ഉണ്ട്, മെറ്റലോയിഡ്സും കാണുന്ന പി ബ്ലോക്കിലായിരിക്കും. എസ് ബ്ലോക്ക് ഫുള്ള് മെറ്റൽസ് ആണ്, ഡി ബ്ലോക്കും എല്ലാ മെറ്റൽസ് ആണ്, എഫ് ബ്ലോക്ക് ലാന്തിനോടും ആക്ടിനോയിഡ്സും മെറ്റൽസ് ആണ്. അതുകൊണ്ട് നോൺ മെറ്റൽസും മെറ്റലോയിഡ്സും കാണുന്ന പി ബ്ലോക്കിലാണ്. പി ബ്ലോക്കിൽ മെറ്റൽസും ഉണ്ട്. ഓക്കെ, അലോട്രോപ്പി പ്രോപ്പർട്ടി കാണിക്കും, സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടിയായ കാറ്റിനേഷൻ കാണിക്കും. ഇനേർട്ട് പെയർ ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മക്കളെ. ഇനേർട്ട് പെയർ ഇഫക്റ്റ് എന്താ? ഇനേർട്ട് പെയർ ഇഫക്റ്റ് ആ ഗ്രൂപ്പ് 13ന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഗ്രൂപ്പ് 13ന്റെ കോമൺ ഓക്സിഡേറ്റ് +3 ആണ്. +3 സ്റ്റേറ്റ് ആണ്. ബോറോൺ +3 കാണിക്കുന്നു, അലൂമിനിയം +3 കാണിക്കുന്നു, ഗാലിയം +3ക്ക് പുറമെ +1 കാണിക്കുന്നു. പക്ഷെ ഗാലിയത്തിന് +3 ആണ് സ്റ്റേബിൾ. ഇൻഡിയവും +3ക്ക് പുറമെ +1 കാണിക്കുന്നു. എന്നാൽ ലാസ്റ്റ് കാണുന്ന താലിയത്തിൽ +1 ആണ് കൂടുതൽ സ്റ്റേബിൾ. അതിന്റെ അർത്ഥം ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നും ഒരു 2 യൂണിറ്റ് കുറഞ്ഞ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു ഡ്യൂ ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ്. അപ്പൊ താഴെ കാണുന്ന താലിയത്തിൽ +1 സ്റ്റെബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഇനേർട്ട് പെയർ ഇഫക്റ്റ് താഴോട്ട് വരുന്നതോറും കൂടുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം. ഗ്രൂപ്പ് 40ൽ +4 ആണ് ഗ്രൂപ്പ് ഓക്സിജൻ സ്റ്റേറ്റ്. പക്ഷെ താഴെ കാണുന്ന എലമെന്റ്സുകളിൽ +2 കാണിക്കുന്നുണ്ട്. അതിൽ ലെഡ് +2 സ്റ്റേബിൾ ആണ്. കാരണം താഴെ വരുന്ന എലമെന്റ്സിൽ ഇനേർട്ട് പെയർ ഇഫക്റ്റ് വളരെ കൂടുതലായിരിക്കും. സോ ഇനേർട്ട് പെയർ ഇഫക്റ്റ് ഇൻക്രീസ് ഡൗൺ. inert pair effect increase down. ബിസ്മത്തിൽ +3 are stable. Inert pair effect increases down. എന്താണ് inert pair effect? Inert pair effect is the inability of s electron NS2 NP1 to 6ൽ എസ്ത്തെ 2 ഇലക്ട്രോൺസിന് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാനുള്ള ഇനബിലിറ്റി ആണ് ഇനേർട്ട് പെയർ ഇഫക്റ്റ്. ബിക്കോസ് റീസൺ താഴോട്ട് വരുന്തോറും ഹെവിയർ എലമെന്റ്സിൽ ഡി ആൻഡ് എഫ് ഓർബിറ്റിലൊക്കെ കോൺഫിഗറേഷൻ ഇൻവോൾവ് ആവുന്നുണ്ട്. അവർക്ക് പുവർ ഷീൽഡിംഗ് ആണ്. സെഡ് ഇഫക്റ്റീവ് ഇൻക്രീസ് ആവും. താഴോട്ട് വരുന്നതോറും ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും ഡ്യൂ ടു പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് ഓഫ് ഇന്നർ കോർ ഡി ആൻഡ് എഫ് ഓർബിറ്റൽ. ആസ് എ റിസൾട്ട് എസ് ഇലക്ട്രോൺ നന്നായിട്ട് ഇത് പുൾ ചെയ്യും. അതുകൊണ്ട് എസ് ഇലക്ട്രോൺ ബോണ്ടിൽ പങ്കെടുക്കാത്തൊരു ഇഫക്റ്റ് വരും. അതാണ് ഇനേർട്ട് പെയർ ഇഫക്റ്റ്. അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനേർട്ട് പെയർ ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് PbCl2 ഈസ് മോർ സ്റ്റേബിൾ ദാൻ PbCl4. കണ്ടില്ലേ? Pbക്ക് +2 are stable. TlCl is more stable than TlCl3. കണ്ടില്ലേ? താലിയത്തിന് +1 are stable. ഗാലിയത്തിന് +3 are stable. ടിന്നിന് +4 are stable. ടിന്നിന്റെ +4 is more stable than PbCl4. ഓക്കെ, ലെഡിനാണ് +2 stable. ബിസ്മത്ത് BiFi exists among pentahalides of bismuth. Only ബിസ്മത്തിന് +5 ആണ് stable. പക്ഷെ ബിസ്മത്തിന്റെ +5 കോമ്പൗണ്ട് എന്ന് പറയുന്നത് BiF5 ആണ്. BiF5ൽ മാത്രമേ ബിസ്മത്ത് +5ൽ ഉള്ളൂ എന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ഇനേർട്ട് പെയർ ഇഫക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അനോമലസ് ബിഹേവിയർ
അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ്. ഏതൊക്കെ സെക്കൻഡ് പീരീഡ് എലമെന്റ്സ്? സെക്കൻഡ് പീരീഡ് എലമെന്റ്സുകൾ ലിഥിയം, ബെറീലിയം, ബോറോൺ, ഓക്കെ, അഥവാ കാർബൺ, നൈട്രജൻ, അഥവാ പി ബ്ലോക്കിലെ ഫസ്റ്റ് എലമെന്റ്സുകൾ. പി ബ്ലോക്കിലെ ഫസ്റ്റ് എലമെന്റ്സ് ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, ഇതാണ് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ്. ഈ സെക്കൻഡ് പീരീഡ് എലമെന്റ്സുകൾക്ക് അനോമലസ് ബിഹേവിയർ ഉണ്ട്. അവയുടെ ഗ്രൂപ്പിൽ നിന്നും വേറിട്ട സ്വഭാവം കാണിക്കുക. പക്ഷെ തൊട്ടടുത്ത ഗ്രൂപ്പിലെ ഡയഗണൽ എലമെന്റുമായിട്ട് പ്രോപ്പർട്ടിയിൽ സിമിലാരിറ്റി കാണിക്കും. ഓക്കെ ഓക്കെ ഡയഗണൽ എലമെന്റുമായിട്ട് പ്രോപ്പർട്ടിയിൽ സിമിലാരിറ്റി കാണിക്കും. ഫോസ്ഫറസിന് കാറ്റിനേഷൻ, സെൽഫ് ഫില്ലിംഗ് പ്രോപ്പർട്ടി, കാറ്റിനേഷൻ കൂടുതലാണ്. കാർബണിനും കാറ്റിനേഷൻ കൂടുതലാണ്. ചില അനോമലസ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുമെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ആണ് അനോമലസ് ബിഹേവിയർ എലമെന്റ്സ്. എന്തുകൊണ്ട് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് അനോമലസ് ബിഹേവിയർ ആയി? സെക്കൻഡ് പീരീഡിൽ എലമെന്റ്സിന് ഡി ഓർബിറ്റൽ ഇല്ല. നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ, ഡു നോട്ട് എക്സ്പാൻഡ് ഇറ്റ്സ് കോവാലൻസി മോർ ദാൻ 4. അവ വെരി സ്മോൾ സൈസ് ആണ്. അതുകൊണ്ട് അവക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്. ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, വെരി സ്മോൾ സൈസ്, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. അതുകൊണ്ട് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് പി ബ്ലോക്കിലെ സെക്കൻഡ് പീരീഡ് എലമെന്റ്സുകൾ, പി ബ്ലോക്കിലെ ഫസ്റ്റ് എലമെന്റ്സുകൾ അഥവാ പീരിയോഡിക് ടേബിളിലെ സെക്കൻഡ് പീരീഡ് എലമെന്റ്സുകൾ അനോമലസ് ബിഹേവിയർ ആണ്. ഓക്കെ, ഈ ഓരോ ഗ്രൂപ്പിന്റെയും കോൺഫിഗറേഷനും അവയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളുമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രൂപ്പ് 13 ബോറോൺ, ഫസ്റ്റ് മെമ്പർ ബോറോൺ ആണ്, +3 ഉണ്ട്. അതർ ഓക്സിജൻ സ്റ്റേറ്റ് ഈസ് +1 ഡ്യൂ ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ്. ഗ്രൂപ്പ് 14 ഗ്രൂപ്പ് ഓക്സിജൻ +4 ആ, +2 -4 കാണിക്കുന്നുണ്ട്. +2 ഡ്യൂ ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ്, -4 ഇസ് ഡ്യൂ ടു ഇലക്ട്രോ നെഗറ്റിവിറ്റി. അതിന് നൈട്രജൻ +5 ആണ്. ഇനേർട്ട് പെയർ ഇഫക്റ്റ് +3 കാണിക്കുന്നു. അപ്പോൾ ഈ ഓക്സിജൻ സ്റ്റേറ്റിനെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ വേണം. ബോറോൺ ഫാമിലി എലമെന്റ്സിൽ ഏതൊക്കെ? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോനിയം. നിഹോനിയം ഈസ് എ റേഡിയോ ആക്റ്റീവ് മെറ്റൽ ആണ്. ഓക്കെ, അതിൽ ബോറോൺ നോൺ മെറ്റൽ ആണ്. ബാക്കിയുള്ളവരെല്ലാം മെറ്റൽ ആണ്. താഴോട്ട് വരുന്ന മെറ്റാലിക് ക്യാരക്ടർ കൂടും. ഗാലിയം എന്ന് പറയുന്ന എലമെന്റ്, ഗാലിയത്തിന് മെൽറ്റിംഗ് പോയിന്റ് വളരെ എക്സിസ്റ്റാസ് Ga2 മോളിക്യൂൾ ആൻഡ് ദസ് ലോ മെൽറ്റിംഗ് പോയിന്റ്. ഗാലിയത്തിന് മെൽറ്റിംഗ് 29.67 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് 303 കെൽവിൻ ആയിരിക്കും. വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഗാലിയം. അതുകൊണ്ട് ചില മെഷറിംഗ് ടെമ്പറേച്ചർ ഒക്കെ തെർമോമീറ്ററിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഗാലിയം. ഓക്കെ, അപ്പം ഗാലിയത്തിന് മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. ലിക്വിഡ് അപ് ടു 2000 ഡിഗ്രി സെൽഷ്യസ് വരെ അത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നു. ഓക്കെ, യൂസ്ഡ് ഇൻ ഹൈ ടെമ്പറേച്ചർ തെർമോമീറ്റർ, വെരി ഇമ്പോർട്ടൻറ്റ്. ഗാലിയം ഈസ് യൂസ്ഡ് ഇൻ ഹൈ ടെമ്പറേച്ചർ തെർമോമീറ്റർ, മെൽറ്റിംഗ് പോയിന്റ് ഈസ് വെരി ലോ. അപ്പൊ അത്തരം ആരാണ് നോൺ മെറ്റൽ, ആരാണ് മെറ്റൽ എന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഓർത്തോബോറിക് ആസിഡ് H3BO3, ബൊറാക്സ്, ചില കോമ്പൗണ്ട് പേരുകൾ അറിഞ്ഞിരിക്കണം. Na2B4O7.10H2O, ബൊറാക്സ്. കെർണൈറ്റ് Na2B4O7.4H2O. അലൂമിനിയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അലൂമിനിയം ഈസ് ദ തേർഡ് മോസ്റ്റ് എലമെന്റ് ഇൻ എർത്ത് ക്രസ്റ്റ്, മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ്. Aluminum is the most abundant metal. Yes, aluminum is the most abundant metal. അഥവാ തേർഡ് മോസ്റ്റ് എലമെന്റ് ഇൻ എർത്ത് ക്രസ്റ്റ്. ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ഓക്സിജനാ, പിന്നെ സിലിക്കൺ, പിന്നെ അലൂമിനിയം, പിന്നെ അയൺ ആണ്. അപ്പൊ സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ എർത്ത് ക്രസ്റ്റ് ഈസ് അയൺ ആണ്. മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഈസ് അലൂമിനിയം ആണ്. ഓക്കെ, അലൂമിനിയമായിട്ട് അറിയേണ്ട ചില കോമ്പൗണ്ടുകൾ. ബോക്സൈറ്റ് നമുക്കറിയുന്നതാണ്. ബോക്സൈറ്റ് Al2O3.2H2O, ബോക്സൈറ്റ് Al2O3.2H2O. ക്രയോലൈറ്റ് Na3Al(F6), ക്രയോലൈറ്റ്. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് 13 ബോറോൺ ഫാമിലി. ആറ്റോമിക് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെ എലമെന്റുകൾ പറയാം? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം ആൻഡ് താലിയം. ഓക്കെ, ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും നമുക്ക് എല്ലാവർക്കും അറിയാം സൈസ് ഇൻക്രീസ് ആണ്. പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ഗാലിയം ലെസ് ദാൻ അലൂമിനിയം. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്ന സൈസ് കൂടും, പക്ഷെ ഗാലിയം ലെസ് ദാൻ അലൂമിനിയം. അതിന്റെ കറക്റ്റ് ഓർഡർ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം, ഞാൻ എഴുതി തരാം. ഓക്കെ, സൈസ് ഇൻക്രീസ്, മാസ് കൂടുന്നത് കൊണ്ട് ഡെൻസിറ്റി ഇൻക്രീസ്, ആറ്റോമിക്
ആറ്റോമിക് മാസ് ഇൻക്രീസ് ആയതുകൊണ്ട് ഡെൻസിറ്റി കൂടുന്നു. അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ്, പക്ഷെ എക്സെപ്ഷൻ ഉണ്ട്. ഗാലിയം ഗ്രേറ്റർ ദാൻ അലൂമിനിയം, താലിയം ഗ്രേറ്റർ ദാൻ ഇൻഡിയം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിക്രീസ്, ബോറോൺ ടു അലൂമിനിയം ഇൻക്രീസ്, ദെൻ ബോറോൺ ടു അലൂമിനിയം ഡിക്രീസ്, ദെൻ ഇൻക്രീസ് ആണ്. അവിടെ നിന്നാണ്ട് കൂടുന്നുണ്ട്. അതിൻ്റെ ഓർഡറൊക്കെ നമുക്ക് തരാം. മെൽറ്റിംഗ് പോയിന്റ് താഴോട്ട് വരുന്തോറും ഡിക്രീസ്, ബോറോൺ ടു ഗാലിയം ഡിക്രീസ്, ദെൻ ഇൻക്രീസ്. ഓക്കെ, റെഡ്യൂസിങ് പവർ ഡിക്രീസ്. അപ്പൊ ഗ്രൂപ്പിൽ താഴത്തെ ഒരു സൈസ് ഇൻക്രീസ്, ബട്ട് ഗാലിയം ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് അലൂമിനിയം, ഡെൻസിറ്റി ഇൻക്രീസ്, ആറ്റോമിക് മാസ് ഇൻക്രീസ്, അയണൈസേഷൻ താല്പര്യം ഡിക്രീസ്, പക്ഷെ എക്സെപ്ഷൻ ഉണ്ട്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിക്രീസ്, ബോറോൺ ടു അലൂമിനിയം, ദെൻ ഇൻക്രീസ്. മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ്, ബോറോൺ ടു ഗാലിയം, ദെൻ ഇൻക്രീസ്. റെഡ്യൂസിങ് പവർ ഡിക്രീസ്. അപ്പൊ ഇതിന്റെ കുറച്ച് ഓർഡറുകളൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. സൈസിൽ എക്സെപ്ഷൻ ഉണ്ട്, അത് നമ്മൾ പഠിക്കണം. ബോറോൺ, ഗാലിയം, അലൂമിനിയം, ഇൻഡിയം, താലിയം. അപ്പൊ ഏറ്റവും കൂടുതൽ സൈസ് താലിയമാണ്. ഇൻഡിയം ലെസ് ദാൻ ദാറ്റ് ഓഫ് താലിയം. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. താഴോട്ട് വരുന്തോറും സൈസ് കൂടുന്നു. ഓക്കെ, ഇവിടെ എക്സെപ്ഷൻ എന്താ? ഗാലിയം ലെസ് ദാൻ ദാറ്റ് ഓഫ് അലൂമിനിയം ആണ് എക്സെപ്ഷൻ. ഓക്കെ, ആറ്റോമിക് മാസിൽ എക്സെപ്ഷൻ ഇല്ല, പിന്നെ ഡെൻസിറ്റിയിൽ എക്സെപ്ഷൻ ഇല്ല. അയോണൈസേഷൻ എൻതാൽപ്പി എൻ്റെ മക്കൾ ഓർത്ത് വെക്കണം, എക്സെപ്ഷൻ ഉണ്ട്. ബോറോൺ ഗ്രേറ്റർ ദാൻ താലിയം. അയണൈസേഷൻ എൻതാൽപ്പി താഴോട്ട് വരുന്തോറും കുറയാണ്, സൈസ് കൂടുന്നതുകൊണ്ട്. പക്ഷെ എക്സെപ്ഷൻ ഉണ്ട്. താലിയം, ഗാലിയം, അലൂമിനിയത്തിന് അയണൈസേഷൻ എൻതാൽപ്പി കുറവാണ്. ഏറ്റവും കുറവ് ഇൻഡിയമാണ്. അപ്പോൾ അയണൈസേഷൻ താല്പിൻ്റെ ഓർഡർ ഓർത്ത് വെക്കണം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി താഴോട്ട് വരുന്തോറും എന്തായി വരികയാണ്? കുറഞ്ഞു വരികയാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിക്രീസ്, താഴോട്ട് വരുന്തോറും കുറയും. ഇപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓർഡർ നോക്കിയാലോ, ബോറോൺ ഗ്രേറ്റർ ദാൻ, താലിയം ഗ്രേറ്റർ ദാൻ, ഇൻഡിയം ഗ്രേറ്റർ ദാൻ, ഗാലിയം ഗ്രേറ്റർ ദാൻ അലൂമിനിയം. അലൂമിനിയത്തിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വളരെ കുറവാണ്. എക്സെപ്ഷൻ കേസുകൾ അവിടെ ഓർത്ത് വെക്കണം. മെൽറ്റിംഗ് പോയിന്റ് കാര്യം പറഞ്ഞില്ലേ, മെൽറ്റിംഗ് പോയിന്റ് എക്സെപ്ഷൻ ഉണ്ട്. ബോറോൺ ഗ്രേറ്റർ ദാൻ ഗാലിയം വരെ കുറയുന്നല്ല പറഞ്ഞിരുന്നത്. ബോറോൺ, അലൂമിനിയം കഴിഞ്ഞാൽ ഗാലിയത്തിനാണ് ഏറ്റവും കുറവ്. താലിയം, ഇൻഡിയം. മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കുറവ് ഗാലിയാണ് എന്ന് പറഞ്ഞല്ലേ. ഗാലിയം യൂസ് ചെയ്യുന്ന ഹൈ ടെമ്പറേച്ചർ തെർമോമീറ്റർ. ബോയിലിംഗ് പോയിന്റ്, ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ബോറോൺ ഗ്രേറ്റർ ദാൻ, അലൂമിനിയം ഗ്രേറ്റർ ദാൻ, ഗാലിയം ഗ്രേറ്റർ ദാൻ, ഇൻഡിയം, താലിയം. എന്നെ മക്കൾ ശ്രദ്ധിച്ചോ, ഗാലിയത്തിന് മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്, പക്ഷെ ബോയിലിംഗ് പോയിന്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹൈ ടെമ്പറേച്ചർ മെഷറിംഗ് തെർമോമീറ്റർ. റെഡ്യൂസിങ് പവർ താഴോട്ട് വരുന്നതോറും കുറയാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ഹാലൈഡ്സുകൾ, ഇവ ട്രൈഹാലൈഡുകൾ ഫോം ചെയ്യുന്നു. ഹാലൈഡ്സ് ജനറൽ ഫോർമുല EX3 എന്നായിരിക്കും. ട്രൈഹാലൈഡ്, ഈ ട്രൈഹാലൈഡുകളെല്ലാം ലൂയിസ് ആസിഡാണ്. ട്രൈഹാലൈഡ് എന്ത് ക്യാരക്ടറാണ്? ലൂയിസ് ആസിഡ്. അപ്പം ലൂയിസ് ആസിഡ് ആണ്, sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, പ്ലാനാർ ആണ്. ലൂയിസ് ആസിഡ് ആയതുകൊണ്ട് അമോണിയെന്ന് ലോൺ പെയറിനെ സ്വീകരിക്കുന്നു. അങ്ങനെ അമോണിയയിലെ ലോൺ പെയറിനെ കൊടുത്തൊരു ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അങ്ങനെ ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ ഹൈബ്രിഡൈസേഷൻ sp3 ആകുന്നു അല്ലേ? ഓക്കെ, അപ്പം ഇതിന്റെ ട്രൈഹാലൈഡ്സ് ആർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, ലൂയിസ് ആസിഡ് ആണ്. ഓക്കെ, AlCl3 achieved its stability by forming dimer. ഡൈമർ ഫോം ചെയ്തിട്ട് AlCl3 അതിന്റെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നു. AlCl3 moist HCl appears within color. AlCl3 ഹൈഡ്രോളൈസേഷൻ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ AlOH thrice plus 3HCl ലിബറേറ്റ് HCl ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യുന്നു. ഓക്കെ, മോയ്സ്ചർ ലിബറേറ്റ് HC. അപ്പോൾ AlCl3 ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ HClനെ ലിബറേറ്റ് ചെയ്യുന്നു. ആ മോയിസ്റ്റ് HCl വൈറ്റ് ഫ്യൂംസ് പോലെ ഉണ്ടാകും, വൈറ്റ് കളർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ അത് അറിഞ്ഞിരിക്കുക. BCl3 ട്രൈഹാലൈഡുകൾ ഹൈഡ്രോളൈസ് ചെയ്യും. BCl3 ഹൈഡ്രോളൈസ് ചെയ്തിട്ട് BOH 4 times മൈനസ് sp3 ഹൈബ്രിഡൈസ്. എന്നാൽ AlCl3 ഹൈഡ്രോളൈസ് ചെയ്താൽ sp3D2 ഹൈബ്രിഡൈസ് ഫോം ചെയ്യും. ബോറോൺ ഡു നോട്ട് എക്സ്പാൻഡ് ഇറ്റ്സ് കോവാലൻസി മോർ ദാൻ 4 ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് d ഓർബിറ്റൽ. ബട്ട് അലൂമിനിയം എക്സ്പാൻഡ് ഇറ്റ്സ് കോവാലൻസി മോർ ദാൻ 4 ഡ്യൂ ടു അവൈലബിലിറ്റി ഓഫ് d ഓർബിറ്റൽ. കാരണം ബോറോൺ d ഓർബിറ്റൽ ഇല്ല, അതുകൊണ്ട് മാക്സിമം sp3 ഉണ്ടാവുള്ളൂ എന്നാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം. ഓക്കെ, റിയാക്ടിവിറ്റി ടുവേർഡ്സ് എയർ. ഇതിന്റെ ഓക്സൈഡുകളുടെ ഫോർമുല, എയറുമായിട്ട് റിയാക്ട് ചെയ്താൽ ഓക്സൈഡ് ഉണ്ടാകും. ഓക്സൈഡിന്റെ ഫോർമുല E2O3 ട്രയോക്സൈഡ് ആയിരിക്കും.
ഓക്കെ. പക്ഷെ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയത്തിന്റെ സ്റ്റേബിൾ ഓക്സൈഡ് TL2O ആയിരിക്കും, കാരണം +1 ഓക്സൈഡ് ആണ്. എന്നാൽ താലിയം ഫോം ചെയ്യുന്ന ഓക്സൈഡ് TL2O ഡ്യൂ ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ്, +1 സ്റ്റേറ്റ് ആണ് സ്റ്റേബിൾ. ഇവയുടെ നൈട്രൈഡുകൾ EN ആയിരിക്കും. ഓക്കെ. എയറുമായി റിയാക്ട് ചെയ്ത് താഴോട്ട് വരുന്തോറും കൂടി വരികയാണ് ചെയ്യുന്നത്. ബോറോണിന്റെ ഓക്സൈഡ് B2O3 ആയിരിക്കും, താലിയത്തിന്റെ ഓക്സൈഡ് TL2O ആയിരിക്കും. ഓക്കെ. ബോറോണിന്റെ ഓക്സൈഡ് എന്താ മക്കളെ? ബോറോണിന്റെ ഓക്സൈഡ് B2O3. ബോറോൺ ഈസ് എ നോൺ മെറ്റൽ, സോ ദ ഓക്സൈഡ് ഈസ് അസിഡിക് നേച്ചർ. അലൂമിനിയത്തിന്റെയും ഗാലിയത്തിന്റെയും ഓക്സൈഡ് ആംഫോട്ടറിക് ആയിരിക്കും. ഇൻഡിയത്തിന്റെയും താലിയത്തിന്റെയും ട്രയോക്സൈഡ് ബേസിക് ആയിരിക്കും. അതിനർത്ഥം താഴോട്ട് വരുന്തോറും മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ആകുന്നത് കൊണ്ട്, മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ്, സോ ബേസിക് ക്യാരക്ടർ ഇൻക്രീസ്. ഓക്സൈഡിന്റെ ബേസിക് ക്യാരക്ടർ കൂടും. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ബോറോണിന്റെ ട്രയോക്സൈഡ് ആസിഡിക്, അലൂമിനിയം, ഗാലിയം ആംഫോട്ടറിക്. ഇൻഡിയവും താലിയത്തിന്റെയും ട്രയോക്സൈഡ് എന്ത് നേച്ചറാ മക്കളെ? യെസ്, ബേസിക് നേച്ചർ ആണ്. റിയാക്ട് ടുവേർഡ്സ് ആസിഡ് ആൻഡ് ആൽക്കലി. ആസിഡും ആൽക്കലിയുമായിട്ട് എങ്ങനെ റിയാക്ഷൻ വരുന്നു? ബോറോൺ ഡു നോട്ട് റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് ആൽക്കലി. എന്നാൽ ബോറോൺ റിയാക്ട് വിത്ത് HNO3, because HNO3 is a good oxidizing agent. So boron is reactive with HNO3 due to formation of oxide layer on the surface, which stop the further attack. Okay. അലൂമിനിയം ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ, HCl-യുമായിട്ട് റിയാക്ട് ചെയ്താൽ അലൂമിനിയത്തിന്റെ ക്ലോറൈഡ് ഫോം ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസും. അതേ അലൂമിനിയം ബേസുമായിട്ടും റിയാക്ഷൻ വരുന്നു. അലൂമിനിയത്തിന്റെ ഒരു ബേസ്, അലൂമിനിയത്തിന്റെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, അഥവാ ഡിസോൾവ് ഇൻ ആൽക്കലി. അലൂമിനിയം ഡിസോൾവ് ഇൻ ആൽക്കലി ടു ഫോം എ ടെട്രാഹീഡ്രൽ കോംപ്ലക്സ്. AlOH 4 ടൈംസ് ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകും. ഓക്കെ. അതേപോലെ റിയാക്ട് ടുവേർഡ്സ് ഹാലജൻ. ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹാലൈഡുകൾ ഉണ്ടാകും. 2 ടൈപ്പ് ഹാലൈഡ് ഉണ്ട്, അഥവാ EX3 ഉണ്ട്, അതേപോലെ EX ഉണ്ട്. ട്രൈഹാലൈഡും ഉണ്ട്, മോണോഹാലൈഡും ഉണ്ട്. അപ്പോൾ ഹാലജനുമായിട്ട് റിയാക്ട് +3 സ്റ്റേറ്റിലുള്ള ഹാലൈഡും ഉണ്ട്, +1 സ്റ്റേറ്റിലുള്ള ഹാലൈഡ് ഉണ്ട്, അഥവാ ട്രൈഹാലൈഡ് ഉണ്ട്, അതോടൊപ്പം തന്നെ മോണോഹാലൈഡ് ഉണ്ട്. ട്രൈഹാലൈഡ് ഉണ്ട്, മോണോഹാലൈഡ് ഉണ്ട്. ഓക്കെ. അതിൽ ട്രൈഹാലൈഡ് ആര് ഫോം ചെയ്യൂല മക്കൾ പറ? എക്സെപ്റ്റ് താലിയം. താലിയത്തിന് ട്രൈഹാലൈഡ് ഫോം ചെയ്യാൻ കഴിയില്ല. താലിയം ഫോം ചെയ്യുന്നൊരു ട്രൈഹാലൈഡ് ഏതാന്ന് ചോദിച്ചാൽ എക്സെപ്റ്റ് താലിയത്തിന്റെ എക്സെപ്റ്റ് TLI3 ഫോം ചെയ്യത്തില്ല. താലിയത്തിന് +1 സ്റ്റേറ്റ് ആണ് സ്റ്റേബിൾ. അപ്പൊ താലിയത്തിന് +3 സ്റ്റേറ്റ് ഉയർത്തണമെങ്കിൽ ആ ഹാലജൻ ഹൈലി ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കണം. ഓക്കെ. പക്ഷെ താലിയത്തിന്റെ +3 ഹാലൈഡുകൾ അൺസ്റ്റേബിൾ ആണ് ഡ്യൂ ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ്. ബോറോണിന്റെ ട്രൈഹാലൈഡുകൾ BX, അലൂമിനിയത്തിന്റെ ട്രൈഹാലൈഡ് AlX3, അവ കോവാലന്റ് ക്യാരക്ടർ ആയിരിക്കും. എന്നാൽ അലൂമിനിയത്തിന്റെ ഫ്ലൂറൈഡ് AlF3 അത് അയോണിക് ക്യാരക്ടർ ആണ്. ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അപ്പോൾ ബോറോണിന്റെ ട്രൈഹാലൈഡ് BX3, അലൂമിനിയത്തിന്റെ ട്രൈഹാലൈഡ് AlX3, ഗാലിയത്തിന്റെ ട്രൈഹാലൈഡ് GaX3, ഇൻഡിയത്തിന്റെ ട്രൈഹാലൈഡ് TnX3, താലിയത്തിന്റെ ട്രൈഹാലൈഡ് TlX3. അങ്ങോട്ട് പോകുന്തോറും കോവാലന്റ് ക്യാരക്ടർ ഡിക്രീസ് ബട്ട് അയോണിക് ക്യാരക്ടർ ഇൻക്രീസ്. ഓക്കെ. ബോറോണിന്റെ ട്രൈഹാലൈഡ് മോണോമറ, ബട്ട് അലൂമിനിയത്തിന്റെ ട്രൈഹാലൈഡ് ഡൈമറ, sp3 ഹൈബ്രിഡൈസ്ഡ്. ട്രൈഹാലൈഡുകളെല്ലാം sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓക്കെ. ബോറോണിന്റെ ട്രൈഹാലൈഡ് മോണോമറ, അലൂമിനിയത്തിന്റെയൊക്കെ ട്രൈഹാലൈഡുകൾ എന്ത് ക്യാരക്ടറാണ് പറ? എന്ത് ക്യാരക്ടറാ? അലൂമിനിയത്തിന്റെ ട്രൈഹാലൈഡുകൾ ഡൈമറായിട്ട് ഫോം ചെയ്യും. പിന്നെ ഈ ട്രൈഹാലൈഡുകളായ EX3, ലൂയിസ് ആസിഡ് നേരത്തെ നമ്മൾ പറഞ്ഞു. ലൂയിസ് ആസിഡ് ആവാൻ കാരണം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, നേരത്തെ സംസാരിച്ച കാര്യം. ബോറോണിന്റെ ട്രൈഹാലൈഡുകൾ ഏതൊക്കെ? BF3, BCl3, BBr3, Bi3. ഇവയെല്ലാം ലൂയിസ് ആസിഡാണ്. ഇതിന് ലൂയിസ് അസിഡിറ്റി ഓർഡർ
ഇങ്ങോട്ട് പോകുന്തോറും കൂടോ കുറയോ എന്ന് ചോദിച്ചാൽ ചില കുട്ടികൾ കരുതും ഫ്ലോറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവാണ്. അപ്പോൾ ഫ്ലോറിൻ ബോറോണിന് ഇലക്ട്രോണിനെ നന്നായിട്ട് വലിക്കും. അതുകൊണ്ട് ബോറോണിലെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കൂടിയിട്ട് ലൂയിസ് ആസിഡ് ക്യാരക്ടർ BF3ക്ക് കൂടുതലാണെന്ന് വിചാരിക്കും. പക്ഷേ ലൂയിസ് ആസിഡ് ക്യാരക്ടർ BI3ക്കാണ് കൂടുതൽ. ഇതാണ് ഇതിൻ്റെ ലൂയിസ് ആസിഡ് ഓർഡർ. അതിന് കാരണം എന്താ? BF3യിൽ ബോറോണും ഫ്ലോറിനും ഓൾമോസ്റ്റ് സിമിലർ സൈസ് ആയതുകൊണ്ട് ബാക്ക് ബോണ്ടിങ് നടക്കുന്നുണ്ട്. ബാക്ക് ബോണ്ടിങ് നടക്കുന്നത് കൊണ്ട് BF3ക്ക് ലൂയിസ് ആസിഡ് ക്യാരക്ടർ കുറവാണ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കുറവാണ്. ഓക്കെ, ട്രൈഹാലൈഡുകളുടെ കൂട്ടത്തിൽ നല്ല ലൂയിസ് ആസിഡ് ആരാന്ന് ചോദിച്ചാൽ ബോറോണിന്റെ ട്രൈഹാലൈഡ് ആണ്. ലൂയിസ് ആസിഡിറ്റി ഓർഡർ BX3 ഗ്രേറ്റർ ദാൻ ALX3 ഗ്രേറ്റർ ദാൻ GAX3 ഗ്രേറ്റർ ദാൻ INX3. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ലൂയിസ് ആസിഡിറ്റി ക്യാരക്ടറൊക്കെ പറഞ്ഞു. കോംപ്ലക്സ് ഫോമിംഗ് ടെൻഡൻസി, ബോറോൺ ടെട്രാഹൈഡ്രൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, അലൂമിനിയം ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. എന്തുകൊണ്ട് അലൂമിനിയം ബോറോൺ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നില്ല? ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ ഇൻ ബോറോൺ. ഒക്ടാഹൈഡ്രൽ ഫോം ചെയ്യണമെങ്കിൽ ഡി ഓർബിറ്റൽ വേണം. ബോറോണിന്റെ അനോമലസ് ബിഹേവിയർ, ബോറോൺ ഈസ് സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി, മാക്സിമം കോവാലൻസി 4 വരെ ഫോം ചെയ്യുള്ളൂ ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ. ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഹൈ ടെമ്പറേച്ചർ തെർമോമീറ്റർ. ഹൈ ടെമ്പറേച്ചർ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? യെസ്, ഗാലിയമാണ്. ഡ്യൂ ടു ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹൈ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, താലിയം ഡസൻറ്റ് ഷോ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബിക്കോസ് താലിയത്തിന് +1 ആണ് സ്റ്റേബിൾ ആയിട്ട് കാണിക്കുക. താലിയം ഡിഫറെന്റ് ഓക്സിഡേറ്റ് കാണിക്കാത്ത എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ്. ഈ ക്വസ്റ്റ്യൻ എന്താ? താലിയം എക്സിബിറ്റ്സ് മോണോവാലൻസി വെറാസ് അലൂമിനിയം എക്സിബിറ്റ്സ് ട്രൈവാലൻസി. യെസ്, താലിയത്തിന് +1ഉം അലൂമിനിയത്തിന് +3ഉം ആവാൻ കാരണം താലിയത്തിൽ ഇനേർട്ട് പെയർ ഇഫക്റ്റ് ഉണ്ട്. ഇനേർട്ട് പെയർ ഇഫക്റ്റിന് കാരണം എന്താ? S ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്തതാണ്. ദ എനർജി റിക്വയർഡ് ടു അൺപെയർ ഔട്ടർ S ഇലക്ട്രോൺ ഇൻ താലിയം എക്സീഡ്സ് ദ എനർജി ഇൻവോൾവ്ഡ് ഇൻ ബോണ്ട് ഫോർമേഷൻ. S ഇലക്ട്രോണുകൾക്ക് ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കാനുള്ള എനർജി ഇല്ല, കാരണം Z ഇഫക്റ്റ് കൂടുതലാണ്. അപ്പൊ S ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് നന്നായിട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ S ഇലക്ട്രോൺ അൺപെയർ ആവാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും. ആ എനർജി മതിയാവില്ല. അതുകൊണ്ട് ഇനേർട്ട് പെയർ ഇഫക്റ്റിന്റെ റീസൺ ആണ് കാണുന്നത്. അതാണ് അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ദ ലൂയിസ് ആസിഡ് ക്യാരക്ടർ ഓഫ് ഹാലിഡ്സ് ഓഫ് ബോറോൺ ഡ്യൂ ടു ബാക്ക് ബോണ്ടിങ്. BF3ക്ക് ലൂയിസ് ആസിഡ് ക്യാരക്ടർ കുറവാണ് അല്ലേ? BF3യിൽ ബാക്ക് ബോണ്ടിങ് ഉള്ളത് കൊണ്ട് അപ്പോൾ തന്നെ മനസ്സിലായി. ലൂയിസ് ആസിഡ് ഓർഡർ BF3 ലെസ് ദാൻ BCl3 ലെസ് ദാൻ BBr3. ഓക്കെ, ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് നോക്കിയേ, എമംഗ് ഗ്രൂപ്പ് 13 എലമെന്റ്സ് ദ വൺ ഫോമിംഗ് ആൻ ആംഫോട്ടറിക് ഓക്സൈഡ്. ആരാണ് ആംഫോട്ടറിക് ഓക്സൈഡ് ഫോം ചെയ്യുന്നത്? ബോറോണിന്റെ ഓക്സൈഡ് അസിഡിക് ആണ്. അലൂമിനിയത്തിന്റെയും ഗാലിയത്തിന്റെയും ഓക്സൈഡ് ആംഫോട്ടറിക് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ 2 ആണ് ആൻസർ. താലിയത്തിന്റെയും ഇൻഡിയത്തിന്റെയും ഓക്സൈഡ് ബേസിക് ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഹാസ് ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ്? യെസ്, ഗാലിയം. ബോയിലിംഗ് പോയിന്റ് ചോദിച്ചാൽ അത് ഗാലിയം അല്ല. ഓക്കെ, സ്പെസിഫൈ ദ കോർഡിനേഷൻ ജോമെട്രി അറൌണ്ട് ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് നൈട്രജൻ ബോറോൺ ആറ്റംസ് 1:1 കോംപ്ലക്സ്. യെസ്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു 1:1 കോംപ്ലക്സ്. ബോറോണിന്റെ കോംപ്ലക്സ് BX3, അതിലോട്ട് നൈട്രജന്റെ കോംപ്ലക്സ് വന്നു കഴിഞ്ഞാൽ, ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ അത് sp3 ആകും നമ്മൾ പറഞ്ഞതാ. അപ്പൊ അത് ടെട്രാഹീഡ്രലായിരിക്കും എന്ന് പറഞ്ഞതാ. അപ്പം ഈ ടെട്രാഹീഡ്രലായിരിക്കും, sp3 ആയിരിക്കും. ബോറോൺ ഓക്കെ, നൈട്രജൻ ടെട്രാഹീഡ്രൽ sp3, ബോറോൺ ടെട്രാഹീഡ്രൽ sp3. നൈട്രജൻ ഓൾറെഡി ടെട്രാഹീഡ്രൽ NH3. NH3യിൽ നൈട്രജൻ sp3 ആണ്, ടെട്രാഹീഡ്രൽ. ബോറോൺ sp2 ആയിരുന്നു, BX3 sp2 ആയിരുന്നു. അതൊക്കെ നൈട്രജൻ ലോൺ പെയറിന് കൊടുത്തപ്പോൾ എന്തായി? ടെട്രാഹീഡ്രലായി. അപ്പൊ രണ്ടാളും sp3 ടെട്രാഹീഡ്രലായിരിക്കും. ഓക്കെ, ഗ്രൂപ്പ് 14 കാർബൺ ഫാമിലി എലമെന്റ്സ് അതൊക്കെ കാർബൺ, സിലിക്കൺ, ജർമാനിയം, ടിന്ന്, ലെഡ്. കാർബൺ നോൺ മെറ്റൽ ആണ്. സിലിക്കണും നോൺ മെറ്റൽ ആണെന്ന് പറയാറുണ്ട്. എന്നാൽ
NCERT തന്നെ രണ്ടിടങ്ങളിൽ രണ്ട് രൂപത്തിലാണ് പറയുന്നത്. മെറ്റലോയിഡ് ആയിട്ടും പറയുന്നുണ്ട്, സിലിക്കണിനെ മെറ്റലോയിഡ് ആയിട്ടും പറയുന്നുണ്ട്. ടിന്ന്, ലെഡ്, ഫ്ലോറിൻ ഒക്കെ എന്താണ്? ഫ്ലറോവിയം. ടിന്ന്, ലെഡ്, ഫ്ലറോവിയൊക്കെ മെറ്റലോയിഡ് ആണ്. സോറി ഐ എം റിയലി സോറി. മെറ്റൽ. താഴോട്ട് വരുന്നൊരു മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു, നോൺ മെറ്റാലിക് ക്യാരക്ടർ കുറയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമുക്ക് ഇനി അവിടെ പഠിക്കാനുള്ളത്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഏതൊക്കെ എലമെന്റ്? കാർബൺ, സിലിക്കൺ, ജർമാനിയം, ടിന്ന്, ലെഡ്. താഴോട്ട് വരുന്ന ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും സൈസ് ഇൻക്രീസ്, സൈസ് കൂടുന്നു. ഡെൻസിറ്റി ഇൻക്രീസ്. ഓക്കെ. താഴോട്ട് വരുന്തോറും അയോണൈസേഷൻ എനർജി എന്താണ്? ഡിക്രീസ് ആണ്. അയണൈസേഷൻ എനർജി കുറയുന്നു. പക്ഷേ ആ ഓർഡർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാർബൺ ഗ്രേറ്റർ ദാൻ സിലിക്കൺ, ഗ്രേറ്റർ ദാൻ കാർബൺ, സിലിക്കൺ, ജർമാനിയം ഗ്രേറ്റർ ദാൻ ലെഡ്, ഗ്രേറ്റർ ദാൻ ടിൻ. അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ലെഡ് ഗ്രേറ്റർ ദാൻ ടിൻ ആണ്. ഓക്കെ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി താഴോട്ട് വരുന്തോറും ഡിക്രീസ്. ഓർഡർ നോർത്ത് വെക്കാം. കാർബൺ ഗ്രേറ്റർ ദാൻ സിലിക്കൺ, approximately equal to germanium, which is equal to tin, which is less than lead. Okay. ഇലക്ട്രോനെഗറ്റിവിറ്റി. മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ താഴോട്ട് വന്നിട്ട് മെൽറ്റിംഗ് പോയിന്റ് കുറയുന്നു. കാർബൺ ഗ്രേറ്റർ ദാൻ സിലിക്കൺ, ജർമാനിയം, ലെഡ് ഗ്രേറ്റർ ദാൻ ടിന്ന്. മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ. ബോയിലിംഗ് പോയിന്റ് ഓർഡർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സിലിക്കൺ ഗ്രേറ്റർ ദാൻ, ജർമാനിയം ഗ്രേറ്റർ ദാൻ, ടിന്ന് ഗ്രേറ്റർ ദാൻ ലെഡ്. ഓക്കെ. അപ്പോൾ ഈ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി ഓർഡർ ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ. താഴെ സൈസ് ഇൻക്രീസ് ആണ്. കോവാലന്റ് റേഡിയസ് ആണ്. പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ. കാർബൺ +4, സിലിക്കൺ +4, ജർമാനിയം +4 +2. കണ്ട, ഇനേർട്ട് പെയർ ഇഫക്റ്റ് തുടങ്ങി. താഴോട്ട് വരുന്നതോറും ഇനേർട്ട് പെയർ ഇഫക്റ്റ് ഇൻക്രീസ്. ലെഡിന് +2 ആണ് ഏറ്റവും സ്റ്റേബിൾ ഡ്യൂ ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ്. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ്. ലെഡ് PbO2. ലെഡ് ഇൻ +4 ഓക്സിഡേറ്റ് ഈ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്, അൺസ്റ്റേബിൾ ആണ്. കാരണം +4 ഓക്സിഡേഷൻ ലെഡിന് സ്റ്റേബിൾ അല്ലല്ലോ. അതുകൊണ്ട് PbO2 ഈസ് ആക്ട് ആസ് എ ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ്. കോംപ്ലക്സ് ഫോമിംഗ് ടെൻഡൻസി. കോംപ്ലക്സ് ഫോം ചെയ്യാൻ കാരണം കാർബൺ ഡു നോട്ട് ഫോം കോംപ്ലക്സ്. കാർബൺ കോംപ്ലക്സ് ഫോം ചെയ്യില്ല ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് ദി ഓർബിറ്റൽ. ബാക്കിയുള്ള എലമെന്റുകളെല്ലാം കോംപ്ലക്സുകൾ ഫോം ചെയ്യും. ഇവയുടെ ഓക്സൈഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ഓക്സൈഡ് ഉണ്ട്. EO2 +4 ഓക്സൈഡാണത്. EO2 +4 ഓക്സൈഡ്. അതേപോലെ EO +2 ഓക്സൈഡ് ഡ്യൂ ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ്. +4 ഓക്സൈഡിനെ വിളിക്കുന്ന പേര് ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് അറിയില്ലേ? +2 ഓക്സൈഡ് മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് അറിയില്ലേ? ഏതൊക്കെയാ ഡയോക്സുകൾ? കാർബൺ ഡയോക്സൈഡ്, സിലിക്കൺ ഡയോക്സൈഡ്, ജർമാനിയത്തിൻ്റെ ഡയോക്സൈഡ്, ടിന്നിൻ്റെ ഡയോക്സൈഡ്, ലെഡിൻ്റെ ഡയോക്സൈഡ്. കാർബണിൻ്റെയും സിലിക്കണിൻ്റെയും ജർമാനിയത്തിൻ്റെയും ഡയോക്സൈഡുകൾ ആസിഡിക് ക്യാരക്ടറാണ്. എന്നാൽ ടിന്നിൻ്റെയും ലെഡിൻ്റെയും ഡയോക്സൈഡുകൾ ആംഫോട്ടറിക് ആണ്. മോണോക്സൈഡുകൾ കാർബൺ മോണോക്സൈഡ്, സിലിക്കൺ മോണോക്സൈഡ് എക്സിസ്റ്റ് ഓൺലി അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ജർമാനിയത്തിൻ്റെ ഓക്സൈഡ്, ടിന്നിൻ്റെ മോണോക്സൈഡ്, ലെഡിൻ്റെ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് എൻ്റെ മക്കൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ന്യൂട്രലാണ്. കാർബൺ മോണോക്സൈഡ് ന്യൂട്രലാണ്. ജർമാനിയത്തിൻ്റെ മോണോക്സൈഡ് ആസിഡിക് ആണ്. ഓക്കെ. ടിന്നും ലെഡിൻ്റെയും മോണോക്സൈഡ് ആംഫോട്ടറിക് ആണ്. ഓക്കെ. കാരണം ലോവർ ഓക്സിജൻ സ്റ്റേറ്റിൽ അസിഡിക് ക്യാരക്ടർ പൊതുവേ കൂടും. അതുകൊണ്ട് ഇവയിൽ ബേസിക് ഓക്സൈഡുകൾ ഇല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മോണോക്സൈഡിൽ ഡയോക്സൈഡുകൾ പറഞ്ഞാൽ ആസിഡിക്, ആംഫോട്ടറിക്. ഓക്കെ. റിയാക്റ്റീവ് ടുവേർഡ്സ് വാട്ടർ. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഹൈഡ്രോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ടിന്ന് വാട്ടറിൽ ഹൈഡ്രോലൈസ് ചെയ്താൽ SnO2 ഉണ്ടാവും. കാർബൺ, സിലിക്കൺ, ജർമാനിയം ആർ അൺഅഫക്റ്റഡ് ബൈ വാട്ടർ. ഓർത്ത് വെക്കുക. ടിൻ ഡീകമ്പോസ് അറ്റ് സ്റ്റീം. സ്റ്റീമിൽ ടിന്ന് ഡീകമ്പോസ് ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഓക്കെ. ഹാലൈഡ്സുകൾ രണ്ട് ടൈപ്പ് ഹാലൈഡ് ഉണ്ട്. +4 ഹാലൈഡ് ടെട്രാ ഹാലൈഡ് EX4.
ഓക്കെ. ആൻഡ് ആൾസോ +2 ഹാലൈഡുകൾ ഡൈ ഹാലൈഡ് EX2 ഇത് +4 ഹാലൈഡ് കേട്ടോ. +4ഉം +2 അല്ലേ കാണിക്കുക. +4ലെയും +2ലെയും ഹാലൈഡുകൾ ടെട്രാ ഹാലൈഡും ഡൈ ഹാലൈഡും. ടെട്രാ ഹാലൈഡ് sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഡൈ ഹാലൈഡ് എന്ന് പറയുന്നത് പ്ലാനാർ ആയിരിക്കും. സോറി, sp2 ആയിരിക്കും. ലോൺ പെയർ ഉള്ളത് കൊണ്ട് ബെൻഡ് ഷേപ്പ് ആയിരിക്കും. ബെൻഡാണ്. ഇത് sp3 ടെട്രാഹീഡ്രൽ ആണ്. ഓക്കെ. അപ്പോൾ ഹാലൈഡുകളെ കുറിച്ചാണ് സംസാരിച്ചത്. നമ്മൾ ഇനേർട്ട് പെയർ ഇഫക്റ്റ് മൂലം താഴെ കാണുന്ന ലെഡിന് കാർബൺ, സിങ്ക്, ജർമ്മേനിയം, ടിന്നിൽ ലെഡിനും ഡൈഹാലൈഡ് ആയിരിക്കും മോർ സ്റ്റേബിൾ ആയിട്ടുണ്ടാവുക. പിന്നെ ഈ ഹാലൈഡുകൾ ഹൈഡ്രോലൈസ് ചെയ്യും. കാർബൺ CCl4 കനോട്ട് ഹൈഡ്രോലൈസ്. CCl4 ഹൈഡ്രോലൈസ് ചെയ്യൂല ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ. കാർബണിന്റെ ടെട്രാ ഹാലൈഡ് ഹൈഡ്രോലൈസ് ചെയ്യൂല ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ. സിലിക്കണിന്റെ ടെട്രാ ക്ലോറൈഡുകൾ ഹൈഡ്രോലൈസ് ചെയ്തിട്ട് 4 Cl ഗ്രൂപ്പും റീപ്ലേസ് ചെയ്തിട്ട് അവിടെ OH വന്നിട്ട് സിലിസിക് ആസിഡ് ഫോം ചെയ്യും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സിലിസിക് ആസിഡ് ഫോം ചെയ്യും. ഓക്കെ. ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആർ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫോർ ലെഡ് ആൻഡ് ടിൻ? ലെഡിനും ടിന്നിനും മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓക്സൈഡ് ഏതാണ്? കാർബൺ, സിലിക്കൺ, ജർമ്മേനിയം, ടിന്ന്, ലെഡ്. ലെഡും ടിന്നും ഗ്രൂപ്പിൽ താഴെ കാണുന്ന എലമെന്റ്സ് ആണ്. അവർക്ക് ഇനേർട്ട് പെയർ ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് +2 ആണ് മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോവിങ് മെറ്റലോയിഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ട്രാൻസിഷൻസ്? ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ സിലിക്കണും ജർമാനിയും അല്ലേ? സോ ജർമാനിയം ഓപ്ഷൻ സെലക്ട് ചെയ്യാം. N-type P-type സെമി കണ്ടക്ടർ പഠിച്ചല്ലേ? വിച്ച് ഈസ് ലൈക്ലി ടു ഷോ ഇനേർട്ട് പെയർ ഇഫക്റ്റ്? ആരാണ് നന്നായിട്ട് ഇനേർട്ട് പെയർ ഇഫക്റ്റ് കാണിക്കുക? ഗ്രൂപ്പിൽ താഴെ കാണുന്ന എലമെന്റ് ആയ ലെഡ് ആണ് ഇനേർട്ട് പെയർ ഇഫക്റ്റ് കാണിക്കുക. ഓക്കെ. ബോണ്ട് എനർജി ഈസ് ഹയസ്റ്റ്. യെസ്. കാറ്റിനേഷൻ പവർ ആർക്കാ കൂടുതൽ? കാർബണിനാണ്. കാറ്റിനേഷൻ പവർ ഈസ് ഡ്യൂ ടു കാർബൺ സിംഗിൾ ബോണ്ട് സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കാർബൺ സൈസ് കുറവാണ്, കാർബൺ സിംഗിൾ ബോണ്ട് സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കാർബൺ കാറ്റിനേഷൻ പവർ കൂടുതലാണ്. കാറ്റിനേഷൻ പവർ കൂടാൻ കാരണം സിംഗിൾ ബോണ്ട് സ്ട്രെങ്ത് ആണ്. അതുകൊണ്ട് ബോണ്ട് എനർജി CCക്ക് വളരെ കൂടുതലാണ്. ഓക്കെ. CCl4 is inert towards hydrolysis but SiCl4 is readily hydrolyzed. CCl4 vacant d orbital ഇല്ല എന്ന് പറഞ്ഞില്ലേ? കാർബൺ cannot expand its octet but silicon can expand its octet. Carbon do not expand its octet because due to non availability of d orbital. അയണൈസേഷൻ താല്പര്യം ഇലക്ട്രോനെഗറ്റിവിറ്റി ഒന്നല്ല അതിന്റെ എക്സ്പ്ലനേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. സെലക്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. PbO is most basic in 14th group elements. അല്ല, PbO amphoteric character എന്ന് പറഞ്ഞിരുന്നു. Sn+4 is more stable than Pb+4. Pbക്ക് +4 അല്ല സ്റ്റേബിൾ. Pbക്ക് Sn+4 is more stable than Pb+4. Sorry, select incorrect. PbO is most basic in 14th group elements. Yes, താഴോട്ട് വരുന്തോറും അസിഡിക് ക്യാരക്ടർ നിന്ന് ബേസിക് ക്യാരക്ടർ കൂടി വരും. അപ്പോൾ അതുകൊണ്ട് ബേസിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? PbO. ശരിയാണ്. Sn+4 ആണ് Pb+4നേക്കാൾ സ്റ്റേബിൾ. ശരിയാണ്. Pb2+ is more stable than Sn2+. ശരിയാണ്. Thallium+3 is more stable than Thallium+1. തെറ്റാണ്. താലിയത്തിന് +1 ആണ് സ്റ്റേബിൾ ഡ്യൂ ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. നൈട്രജൻ ഫാമിലി ഗ്രൂപ്പ് 15. നൈട്രജൻ ഫാമിലി ഗ്രൂപ്പ് 15 എലമെന്റുകൾ ഏതൊക്കെ? നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്, മോസ്കോവിയം. നൈട്രജനും ഫോസ്ഫറസും നോൺ മെറ്റലാണ്. ആഴ്സനിക്കും ആന്റിമണിയും മെറ്റലോയിഡാണ്. ബിസ്മത്തും മോസ്കോവിയവും മെറ്റലാണ്. അതിൽ മോസ്കോവിയം, ബിസ്മത്ത് ആൻഡ് റേഡിയോ ആക്റ്റീവ് ആണ്, ആൻഡ് മോസ്കോവിയവും റേഡിയോ ആക്റ്റീവ് ആണ്. ഓക്കെ. ഈ ഗ്രൂപ്പിലെ കാണുന്ന ആരാണ് മെറ്റൽ, ആരാണ് നോൺ മെറ്റൽ, ഇതിനെ കുറിച്ചാണ് സംസാരിച്ചത്. നമുക്കറിയാം ഈ ഗ്രൂപ്പിലെ ചില പ്രധാനപ്പെട്ട എലമെന്റുകളുടെ പേര്, കോമ്പൗണ്ടുകളുടെ പേരുകൾ ഒക്കറൻസ് പഠിക്കേണ്ടാവും. NaNO3, ചിലി സോൾട്ട് പീറ്റർ, വെടിമരുന്നിലൊക്കെ ഉപയോഗിക്കുന്നു. ചിലി സോൾട്ട് പീറ്റർ. KNO3, ഇന്ത്യൻ സോൾട്ട് പീറ്റർ. ഓക്കെ. ഫോസ്ഫറസ് ആണ് സെക്കൻഡ് അബണ്ടന്റ് എലമെന്റ്സ് ആയിട്ട് വരുന്നത്.
പിന്നെ നമുക്ക് ഫോസ്ഫറസിന്റെ അപ്പറ്റൈറ്റ് ഫാമിലി ഉണ്ട്, CA4, PO4, 6 ടൈംസ് CaX2. അപ്പറ്റൈറ്റ് ഫാമിലിയിലെ മിനറൽസ് ആയിട്ട് അതിൽ ഫ്ലൂറോ അപ്പറ്റൈറ്റ് ആണ് CiF2 എന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ. ടൂത്ത് ഇനാമലിൽ കാണുന്നത് CA5, PO4 ത്രൈസ് OH. ടൂത്ത് ഇനാമൽ NCERT-ലുള്ള കാര്യങ്ങളാണ്. ഇനാമൽ. ഓക്കെ, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ആറ്റോമിക് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും ബോറോൺ, അലൂമിനിയം, നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത്. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും സൈസ് ഇൻക്രീസ് അല്ലേ, സൈസ് ഇൻക്രീസ്. അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ്. മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ്. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്, മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ്. മെൽറ്റിംഗ് പോയിന്റ് താഴോട്ട് വരുന്തോറും ഇൻക്രീസ് ആകുന്നു. എക്സെപ്ഷൻ ഉണ്ട്. ടിന്നും ബിസ്മത്തും ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് കാണിക്കുന്നത്. ബോയിലിംഗ് പോയിന്റ് താഴോട്ട് വരുന്തോറും ഇൻക്രീസ്, പക്ഷേ ബിസ്മത്ത് ലോ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. ഓക്കെ. താഴോട്ട് വരുന്തോറും മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ്. നമുക്കറിയുന്ന കാര്യമല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഓർഡറുകൾ എക്സെപ്ഷൻ ഓർഡർ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആയിരുന്നു. അപ്പോൾ ആ മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാലോ, മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ ഒന്ന് എക്സെപ്ഷൻ കേസുകൾ ഓർത്ത് വെക്കണം. മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ ആർസെനിക് ഗ്രേറ്റർ ദാൻ Sb, Bi, ഫോസ്ഫറസ്, നൈട്രജൻ. ഇതാണ് മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ. അതേപോലെ ബോയിലിംഗ് പോയിന്റ് ഓർഡർ എന്ന് പറയുന്നത് നൈട്രജൻ ലെസ് ദാൻ, ഫോസ്ഫറസ് ലെസ് ദാൻ, ആർസെനിക് ലെസ് ദാൻ, ബിസ്മത്ത് ലെസ് ദാൻ, ആന്റിമണി. ഓക്കെ. അപ്പോൾ ഈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് ഓർഡർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. പിന്നെ കാറ്റിനേഷൻ പവർ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് 50 ആർക്കാണെന്ന് ചോദിച്ചാൽ, കാറ്റിനേഷൻ പവർ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് 50 ഫോസ്ഫറസിനാണ്. ഗ്രൂപ്പ് 40 കാറ്റിനേഷൻ പവർ കാർബൺ ആണ്. കാർബൺ ഈസ് ഡയഗണൽ റിലേറ്റഡ് ടു ഫോസ്ഫറസ് എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഇവിടെ പ്രോപ്പർട്ടി കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ഇവയുടെ നേച്ചർ, ഓക്സൈഡുകൾ, ഹൈഡ്രോക്സൈഡുകൾ, ഇവയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസുകൾ ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ, ഈ ഗ്രൂപ്പിന്റെ കോമൺ ഓക്സിഡേറ്റ് +5, ഇനേർട്ട് പെയർ ഇഫക്റ്റ് മൂലം കാണിക്കുന്നത് +3 ആണ്. നൈട്രജൻ -3 മുതൽ +5 വരെയുള്ള എല്ലാ ഓക്സിഡേഷൻ സ്റ്റേറ്റും നൈട്രജൻ കാണിക്കും ഡ്യൂ ടു സ്മോൾ സൈസ് ആൻഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. നൈട്രജൻ ഷോ ഓൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനേർട്ട് പെയർ ഇഫക്റ്റ് മൂലമുള്ള ഓക്സിജൻ ആണ് +3, നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. നൈട്രജൻ്റെ ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ HNO2 നൈട്രജൻ +3 ആണ്. അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്തിട്ടുള്ള +5ഉം +2 ഒക്കെ ആയിട്ട് ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യുന്നു. ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യുന്നു. അതേപോലെ ഫോസ്ഫറസിന്റെ ഓർത്തോ ഫോസ്ഫോറസ് ആസിഡ് H3PO3 ഇന്റർമീഡിയറ്റ് ഓക്സിജൻ സ്റ്റേറ്റ് ആണ്. അത് ഓർത്തോ ഫോസ്ഫോറിക്കും പിന്നെ PH3 ആയിട്ട് ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യുന്നു. ആ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. റിയാക്റ്റീവ് ടുവേർഡ്സ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യും. ഹൈഡ്രജൻ ജനറൽ ഫോർമുല EH3. നൈട്രജന്റെ ഹൈഡ്രൈഡ് ഏതാ? NH3, SbH, NH3, PH3. നൈട്രജന്റെ ഹൈഡ്രൈഡുകൾ NH3, PH3, ASH3, SbH3, BiH3. ഹൈഡ്രൈഡ് ഹാവിംഗ് ജനറൽ ഫോർമുല EH3. EH3ന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ഡ്യൂ ടു ലോൺ പെയർ ഉള്ളത് കൊണ്ട് അത് പിരമിഡൽ ഷേപ്പൊക്കെ മാറുന്നു. ഓക്കെ. ഈ ഹൈഡ്രൈഡുകൾ അമോണിയ, അതിന്റെ പേരൊക്കെ എന്താണെന്നറിയോ? അമോണിയ, ഫോസ്ഫീൻ, അൾസീൻ, സ്റ്റൈബീൻ, ബിസ്മത്തീൻ. ഈ ഹൈഡ്രൈഡുകൾ താഴോട്ട് വരും തോറും നമുക്കറിയാം താഴോട്ട് വരുന്നതോറും സെൻട്രൽ എലമെന്റ് സൈസ് കൂടും. അപ്പോൾ ഇയും എച്ചും തമ്മിലുള്ള ബോണ്ട് ലെങ്ത് കൂടും, ബോണ്ട് സ്ട്രെങ്ത് കുറയും. അതുകൊണ്ട് താഴോട്ട് വരുന്നതോറും ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി ഉണ്ട്, തെർമൽ സ്റ്റെബിലിറ്റി ഡിക്രീസ്. അല്ലേ? അപ്പോൾ ഹൈഡ്രജനുള്ള ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഹൈഡ്രജനെ വേഗം റിമൂവ് ചെയ്യും. റെഡ്യൂസിങ് പവർ ഇൻക്രീസ്. ഇവയെല്ലാം ലൂയിസ് ബേസ. ഗ്രൂപ്പ് 30 ട്രൈവാലന്റ് കോമ്പൗണ്ടുകൾ ലൂയിസ് ആസിഡ് ആയിരുന്നു. ഇത് ലൂയിസ് ബേസ. ബേസിസിറ്റി താഴോട്ട് വരുന്തോറും കുറയുക ചെയ്യാം. ബേസിറ്റി ഡിക്രീസ്.
ബേസിറ്റി ഡിക്രീസ്, ബേസിറ്റി ഡിക്രീസ്. പിന്നെ താഴോട്ട് വരുന്നതോറും മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, അമോണിയക്കൊക്കെ മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആണ് ഡ്യൂ ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ്. സോറി, അമോണിയക്ക് മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആണ്. കാരണം എന്തുകൊണ്ട്? ഡ്യൂ ടു ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട്. ബോയിലിംഗ് പോയിന്റ് താഴോട്ട് വരുന്തോറും കൂടുതലാണ്. അമോണിയക്ക് ബോയിലിംഗ് പോയിന്റ് എക്സെപ്ഷനലി ഹൈ ആണ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. താഴോട്ട് വരുന്തോറും ബോണ്ട് ആംഗിൾ ഡിക്രീസ്, ബോണ്ട് ആംഗിൾ കുറയുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഓർഡറും ബോയിലിംഗ് പോയിന്റ് ഓർഡറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക. എക്സെപ്ഷനലി പഠിക്കാനുള്ള സാധനങ്ങൾ: മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഓർഡർ. അമോണിയക്ക് മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. പക്ഷെ ബോയിലിംഗ് പോയിന്റ് അമോണിയക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലാണ്, പക്ഷെ വളരെ കൂടുതലല്ല. ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ ബിസ്മത്തിനാണ്. ഓക്കെ, ബോണ്ട് ആംഗിൾ കുറയാണ്, ബേസിക് ക്യാരക്ടർ കുറയാണ്, ബോണ്ട് ഡിസോസിയേഷൻ താല്പര്യം കുറയാണ്, തെർമൽ സ്റ്റെബിലിറ്റി കുറയാണ്. അപ്പോൾ അത്തരം റെഡ്യൂസിങ് ക്യാരക്ടർ താഴ്ത്ത് വരുന്നതോറും കൂടുകയാണ്. അവിടുന്ന് എക്സെപ്ഷൻ ഇല്ല, അറിഞ്ഞിരിക്കുക. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും അമോണിയക്ക് പൊതുവെ കൂടാനുള്ള കാരണം ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, ഓക്സൈഡുകൾ. ഈ ഗ്രൂപ്പിന്റെ ഓക്സൈഡുകൾ 2 ടൈപ്പ് ഓക്സൈഡുകളാണ് ഉണ്ടാവുക. +4 ഓക്സൈഡ്, അല്ലെ, +4 ഓക്സൈഡുകൾ ഉണ്ടാകും. അതിന് നമുക്ക് ഗ്രൂപ്പ് 15 അല്ലേ, +5 അല്ലേ, +5 ഓക്സൈഡ് പെൻഡോക്സൈഡ് E2O5. +3 ഓക്സൈഡ്, +5 കഴിഞ്ഞാൽ പിന്നെ +3 അല്ലേ, ഇനേർട്ട് പെർഫെക്റ്റ് മൂലം E2O3. ഞാനിവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവയുടെ +3 ഓക്സൈഡുകൾ N2O3, P2O3, AS2O3, Sp2O3, Bi2O3. നൈട്രജനും ഫോസ്ഫറസും നോൺ മെറ്റലാണ്, അതുകൊണ്ട് അവയുടെ ഓക്സൈഡ് അസിഡിക് ആയിരിക്കും. AS2, Sp2 ആംഫോട്ടറിക് ആണ്. ബിസ്മത്തിന്റെ ഓക്സൈഡ് ബേസിക് ആണ്. ഹയർ ഓക്സൈഡ്സ് ആർ മോർ അസിഡിക് ദാൻ ലോവർ ഓക്സൈഡ്. ഹയർ ഓക്സൈഡ്സ് ആർ മോർ അസിഡിക് ദാൻ എന്താ മക്കളെ? ലോവർ ഓക്സൈഡ്. ഹാലൈഡുകൾ 2 ടൈപ്പ് ഹാലൈഡ് ഉണ്ട്. പെൻറ്റാഹാലൈഡ് EX5, ട്രൈഹാലൈഡ് EX3. പെൻറ്റാഹാലൈഡിലെ ഈൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3d, EX3 sp3. നൈട്രജൻ ഡു നോട്ട് ഫോം പെൻറ്റാഹാലൈഡ്. നൈട്രജൻ പെൻറ്റാഹാലൈഡ് ഫോം ചെയ്യൂല ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ. പിന്നെ പെൻറ്റാഹാലൈഡ്സ് ആർ മോർ കോവാലന്റ് ഡ്യൂ ടു പജാൻസ് റൂൾ. PCl5 is more covalent than PCl3 due to higher oxidation state. പോളറൈസിങ് പവർ കൂടുതലായിരിക്കും, അതുകൊണ്ട് കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. ഓക്കെ, ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഡിക്രീസ് ഇൻ ദ ബോണ്ട് ആംഗിൾ ഓഫ് ദ ഫോളോവിങ് ഹൈഡ്രേറ്റ്. താഴോട്ട് വരുന്തോറും ഹൈഡ്രേറ്റിന്റെ ബോണ്ട് ആംഗിൾ കുറയുന്നു, റെഡ്യൂസിങ് ക്യാരക്ടർ കൂടുന്നു, തെർമൽ സ്റ്റെബിലിറ്റി കുറയുന്നു. ഓക്കെ, അപ്പോൾ NH3 ഗ്രേറ്റർ ദാൻ PH3 ഗ്രേറ്റർ ദാൻ ASH3 ഗ്രേറ്റർ ദാൻ SBH3. ബോണ്ട് ആംഗിൾ താഴോട്ട് വരുന്തോറും കുറയുന്നു ഹൈഡ്രേറ്റിന്. ഹൈഡ്രേറ്റ് എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം കേട്ടോ. Which of the following is incorrect for group 15 elements? The boiling points in general increase from top to bottom in the group, but the melting point increases up to arsenic, then decreases. ശരിയാണല്ലോ, ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. നൈട്രജൻ NN ബോണ്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ PP സിംഗിൾ ബോണ്ട്. തെറ്റാണ്, അതാണ് ആൻസർ. PP ബോണ്ട് സ്ട്രെങ്ത് ആണ് NN ബോണ്ട് സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതൽ. നൈട്രജന്റെ സൈസ് കുറവായതുകൊണ്ട് ബോണ്ട് സ്ട്രെങ്ത് കുറയും. എന്തുകൊണ്ടാ അറിയോ? ചില കുട്ടി കരുതും നൈട്രജൻ ചെറിയ സൈസ് അല്ല, അപ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കൂടൂല എന്ന്. നൈട്രജൻ സ്മോൾ സൈസ് ആയതുകൊണ്ട് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ടാവും, അതുകൊണ്ട് നൈട്രജന്റെ സിംഗിൾ ബോണ്ട് സ്ട്രെങ്ത് കുറവാണ്. നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ വളരെ കൂടുതലാണ്. ട്രിപ്പിൾ ബോണ്ട് Nന്റെ ബോണ്ട് ഡിസോസിയേഷൻ കൂടുതലാണ്, എന്നാൽ സിംഗിൾ ബോണ്ട് ബോണ്ട് സ്ട്രെങ്ത് കുറവാണ് ഡ്യൂ ടു ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ. എന്നാൽ ഫോസ്ഫറസിലാണ് PP ബോണ്ട് സ്ട്രെങ്ത് കൂടുതൽ, അതുകൊണ്ട് കാറ്റിനേഷൻ പവർ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് 15 ഫോസ്ഫറസിനാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതൊരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, അതാണ് നമ്മുടെ ഓപ്ഷൻ. ഓക്കെ, ഓൾദോ നൈട്രജൻ എക്സിബിറ്റ് +4 ഓക്സിജൻ സ്റ്റേറ്റ്, ഇറ്റ് ഡസ് നോട്ട് ഫോം പെൻറ്റാഹാലൈഡ്. ശരിയാണല്ലോ, നൈട്രജൻ ഡു നോട്ട് ഫോം പെൻറ്റാഹാലൈഡ് ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ. പെൻറ്റാഹാലൈഡ്സ് ആർ മോർ കോവാലന്റ്. യെസ്, ശരിയാണല്ലോ, പോളറൈസിംഗ് പവർ കൂടുതലാണ്. Which among E2O3, E2O5 oxide is more acidic? Higher oxides are more acidic. So option 1 is the right answer. Higher oxides are more acidic than lower oxides. Which of the following a neutral oxide? Carbon monoxide neutral ആണ്. NO, N2O, H2O. Option 4 is the right answer. Okay, N2O3 acidic ആണ്, N2O5 acidic ആണ്, N2O4 ഒക്കെ.
ഓക്കെ, ദ വൺ വിച്ച് ഡസ് നോട്ട് ഫോം പെൻഡാക്ലോറൈഡ്. പെൻഡാക്ലോറൈഡ് ഫോം ചെയ്യാത്ത ആൾ ആരാണ്? നൈട്രജൻ. നൈട്രജൻ ഡു നോട്ട് എക്സ്പാൻഡ് ഇറ്റ്സ് കോവാലൻസി മോർ ദാൻ 4. നൈട്രജൻ ഡു നോട്ട് ഫോം പെൻഡാഹൈഡ്രേറ്റ് ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ. ദ ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ദ ഫോളോവിംഗ് ഹൈഡ്രേറ്റ്സ് ഫോളോസ് ദ ഓർഡർ. ബോയിലിംഗ് പോയിന്റ് താഴോട്ട് വരുന്തോറും കൂടി വരും. പക്ഷെ അമോണിയക്ക് ബോയിലിംഗ് പോയിന്റ് കുറച്ച് കൂടുതലാണ്. പക്ഷെ നല്ല ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ ആയിരിക്കാം? pH3 ആയിരിക്കും. അല്ല, ബോയിലിംഗ് പോയിന്റ് താഴോട്ട് വരുന്നതോറും കൂടി വരും. സൈസ് കൂടുന്നതുകൊണ്ട് വാണ്ടർവാൾസ് ഫോഴ്സ് കൂടും. അപ്പൊ അമോണിയക്ക് ഏറ്റവും ബോയിലിംഗ് പോയിന്റ് കുറവാണെന്ന് നമ്മൾ കരുതും. പക്ഷെ അമോണിയക്ക് ബോയിലിംഗ് പോയിന്റ് എക്സെപ്ഷനലി കുറച്ച് കൂടുതലാണ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ആണോ അല്ലേ? അപ്പോൾ അമോണിയക്കാണ് പക്ഷെ അത് കരുതി അമോണിയക്ക് SbH3യേക്കാളും ബോയിലിംഗ് പോയിന്റ് കുറവാണ്. മെൽറ്റിംഗ് പോയിന്റ് അമോണിയക്ക് ഏറ്റവും കൂടുതൽ. അപ്പൊ ഇതിന്റെ ഓർഡർ നമ്മൾ കാണിച്ചു തന്നിരുന്നു. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ആ രീതിയിൽ നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത ഗ്രൂപ്പ് 16 ഓക്സിജൻ ഫാമിലി. ഇവയെ വിളിക്കുന്ന വേറൊരു പേരാണ് ചാൽക്കോജൻസ്. ഓക്സിജൻ ഫാമിലി, ചാൽക്കോജൻസ്, ഗ്രൂപ്പ് 16. എലമെന്റുകൾ ഏതൊക്കെ? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, ലിവർമോറിയം. ഓക്സിജൻ ഈസ്, സൾഫർ ഈസ് നോൺ മെറ്റൽ. ഓക്സിജനും സൾഫറും നോൺ മെറ്റൽ ആണ്. സെലീനിയം ഈസ് മെറ്റലോയിഡ്. ആൻഡ് ടെലൂറിയവും പൊളോണിയം ഒക്കെ മെറ്റലാണ്. ടെലൂറിയം ഈസ് ഓൾസോ മെറ്റലോയിഡ് എന്ന് പറയാം. എൻസിആർടിയിൽ ചിലയിടത്ത് പൊളോണിയം, ലിവർമോറിയം ഒക്കെ മെറ്റലാണ്. പക്ഷെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓക്സിജൻ ഗ്യാസ് ആണ്. എന്നാൽ ബാക്കിയുള്ള എല്ലാവരും, സൾഫർ മുതൽ എല്ലാവരും സോളിഡാണ്. ഓക്കെ, ഒക്കറൻസ്. ഈ കാണുന്ന കോമ്പൗണ്ടുകളുടെ പേരുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ജിപ്സം CaSO4.8H2O, എപ്സം സാൾട്ട് MgSO4.7H2O, ബാരൈറ്റ് BaSO4, ജലീന PbS, സിങ്ക് ബ്ലെൻഡ് ZnS. ആറ്റോമിക് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഗ്രൂപ്പിൽ താഴോട്ട് വരും തോറും സൈസ് ഇൻക്രീസ്, താഴോട്ട് വരും തോറും സൈസ് കൂടുന്നു. അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ്, അയോണൈസേഷൻ എൻതാൽപ്പി കുറയുന്നു. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി താഴോട്ട് വരുന്തോറും ഡിക്രീസ്. പക്ഷെ എക്സെപ്ഷൻ, ഓക്സിജൻ ലെസ് ദാൻ സൾഫർ. ഓക്സിജൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി സൾഫറിനേക്കാളും കൂടുതലാണ്, സൾഫറിനേക്കാളും കുറവ്. താഴോട്ട് വരുന്ന ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താവുക ചെയ്യുക? കുറയാണ്. അപ്പോൾ ഏറ്റവും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതൽ ഓക്സിജൻ ആണെന്ന് വിചാരിക്കുക അല്ലേ? പക്ഷെ ഓക്സിജൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവാണ്. ഓക്കെ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ഓർഡർ ഇപ്പം തന്നെ ഓർത്ത് വെച്ചോ. ഏറ്റവും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതൽ സൾഫർ, സെലീനിയം, ടെല്ലൂറിയം. ഓക്സിജൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വളരെ കുറവാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓക്സിജന് കുറവാണ്. ഇതേപോലെ ഹാലജൻസ് പഠിക്കുമ്പോൾ ഫ്ലോറിൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവാണെന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത്തരം കാര്യം, ഇലക്ട്രോ നെഗറ്റിവിറ്റി താഴോട്ട് വരുന്തോറും ഡിക്രീസ്. ഗ്രൂപ്പ് 16 ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഓക്സിജനാണ്. ഫ്ലോറിൻ കഴിഞ്ഞാൽ സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഓക്സിജനാണ്. മെറ്റാലിക് ക്യാരക്ടർ താഴോട്ട് വരുന്തോറും നമുക്കറിയാലോ ഇൻക്രീസ്. മെറ്റാലിക് ക്യാരക്ടർ താഴോട്ട് വരുന്തോറും കൂടും. ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ, ഈ ഗ്രൂപ്പിൽ കാണുന്ന ഓക്സിജൻ സ്റ്റേറ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +6, ഇനേർട്ട് പെയർ ഇഫക്റ്റ് മൂലം +4. ഓക്സിജൻ കാണിക്കുന്ന ഓക്സിജൻ സ്റ്റേറ്റുകൾ -2, -1 ഡ്യൂ ടു ഇലക്ട്രോ നെഗറ്റിവിറ്റി. -1 കാണിക്കുന്ന പെറോക്സൈഡില്ല, -1/2 സൂപ്പർ ഓക്സൈഡുകളിൽ കാണിക്കുന്നുണ്ട്. പിന്നെ +1ഉം +2ഉം ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്സിജൻ +1ഉം +2ഉം കാണിക്കുന്ന ഫ്ലോറിനുമായിട്ട് O2F2 OF2ലൊക്കെ. പിന്നെ സൾഫറും സെലീനിയവും ടെല്ലൂറിയവും എല്ലാം കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ -2 കാണിക്കും, +2 കാണിക്കും, +4 കാണിക്കും, +6. +2 കാണിക്കുന്നത് ഇനേർട്ട് പെയർ ഇഫക്റ്റിലാണ്. പൊളോണിയം കാണിക്കുന്നത് +2ഉം +4. +2 കാണിക്കാൻ കാരണം ഡ്യൂ ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ് ആണ്. നമുക്കറിയാലോ റിയാക്ടിവിറ്റി വിത്ത് ഹൈഡ്രജൻ. ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യും. ഈ ഗ്രൂപ്പിന്റെ ഹൈഡ്രൈഡിൻ ജനറൽ ഫോർമുല H2E. H2E ഹൈഡ്രൈഡുകളാണ് ഫോം ചെയ്യുക. ഹൈഡ്രൈഡുകൾ ജനറൽ ഫോർമുല H2E. ഏതൊക്കെ ഹൈഡ്രൈഡുകൾ പറ? H2O, H2S, H2SC, H2TE. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും ഹൈഡ്രൈഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ താഴോട്ട് വരുന്നതോറും സൈസ് ഓഫ് സെൻട്രൽ എലമെന്റ് ഇൻക്രീസ്. അപ്പോൾ EH ബോണ്ട് ലെങ്ത് ഇൻക്രീസ്, EH ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ്. തെർമൽ സ്റ്റെബിലിറ്റി.
thermal stability decrease, acidic nature increase, reducing character increase, dipole moment താഴോട്ട് വരുന്തോറും decrease, bond angle decrease, melting പോയിന്റും ബോയിലിംഗ് പോയിന്റും താഴോട്ട് വരുന്തോറും increase. ഓക്സിജൻ എക്സെപ്ഷനലി ഹൈ മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്നുണ്ട്. മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് താഴോട്ട് വരുന്തോറും കൂടുന്നു. അപ്പം ഹൈഡ്രേറ്റുകൾ എക്സെപ്ഷൻ, മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റിനും എക്സെപ്ഷൻ ഉണ്ട്. താഴോട്ട് വരുന്നതോറും മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും താഴോട്ട് വരുന്നതോറും കൂടും. അപ്പോൾ ഏറ്റവും കുറവ് H2O എന്ന് വിചാരിക്കും. പക്ഷേ H2Oക്ക് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതലാണ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. നോക്കൂ, ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും H2Oക്ക് എക്സെപ്ഷനലി കൂടുതലാണ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഹാലൈഡ്സുകൾ, ഈ ഗ്രൂപ്പിലെ ഹാലൈഡുകൾ ഏതൊക്കെയാണ്? ഹാലൈഡുകളായിട്ട് ഫോം ചെയ്യുന്നത് ട്രൈ ഹാലൈഡ്, EX6, ഹെക്സാ ഹാലൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ EX4, EX4 ടെട്രാ ഹാലൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ EX2 ഡൈഹാലൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ E2X2 മോണോ ഹാലൈഡുകളൊക്കെ ഫോം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. SF6 എക്സെപ്ഷണലി സ്റ്റേബിൾ ആണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ നോക്കാം. ദ കറക്റ്റ് അസിഡിക് ക്യാരക്ടർ ഓർഡർ ഈസ്, അസിഡിക് ക്യാരക്ടർ താഴോട്ട് വരുന്തോറും ഇൻക്രീസ്. അപ്പോൾ H2TEക്കായിരിക്കും ഏറ്റവും കൂടുതൽ. H2TE, H2S, H2SE, H2 ഓക്കെ, രണ്ട് H2S വന്നിട്ടുണ്ട് ഈ ഓപ്ഷനിൽ. അപ്പോൾ H2TE, H2S ലെസ് ദാൻ സൾഫർ, സെലീനിയം, ടെല്ലൂറിയം. ഇവിടെ H2 acidic order H2TE greater than H2SE greater than H2S and H2O. Option 3 is the right answer. Okay, the correct thermal stability in decreasing order. Thermal stability താഴോട്ട് വരുന്തോറും കുറയുന്നു. കാരണം ഹൈഡ്രജനും സെൻട്രൽ എലമെന്റ് നമ്മളെ ബോണ്ട് ലെങ്ത് കൂടുന്നു, ബോണ്ട് സ്ട്രെങ്ത് കുറയുന്നു, തെർമൽ സ്റ്റെബിലിറ്റി കുറയുന്നു. അപ്പോൾ ഏറ്റവും തെർമൽ സ്റ്റെബിലിറ്റി കൂടുതൽ H2Oക്കായിരിക്കും, ഏറ്റവും കുറവ് H2Tക്കായിരിക്കും. H2O ഗ്രേറ്റർ ദാൻ H2S ഗ്രേറ്റർ ദാൻ H2SC. കറക്റ്റ് ഡിക്രീസിങ് ഓർഡർ, എക്സെപ്ഷൻ ഇല്ല. ദ ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് എമംഗ് ദ ഫോളോവിങ്. നമുക്കറിയാം ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ്? SO2, TeO2, SeO2 all have same ability. താഴോട്ട് വരുന്തോറും സൾഫർ, സെലീനിയം, ടെല്ലൂറിയം ഇവയൊക്കെ +2 സ്റ്റേറ്റ്. താഴോട്ട് വരുന്തോറും +2 സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ്, +2 സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ്. അപ്പോൾ ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ് എമംഗ് ദ ഫോളോവിങ് സൾഫർ, സെലീനിയം, ടെല്ലൂറിയം. ഇവയിൽ ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ TeO2. ഓക്കെ, ഈ തന്നിരിക്കുന്നത് സൾഫർ, സെലീനിയം, ടെല്ലൂറിയം. താഴോട്ട് വരുന്നതോറും ഞാൻ പറഞ്ഞല്ലോ +2 സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി കൂടും, +4ന്റെ സ്റ്റെബിലിറ്റി കുറയും. അപ്പം ഇവിടെ സൾഫർ തന്നിരിക്കുന്ന SO2 സൾഫർ +4 ആണ്, ഇത് +4 ആണ്, +4 ആണ്. അപ്പോൾ ടെല്ലൂറിയത്തിന് +4 സ്റ്റേറ്റ് ലെസ് സ്റ്റേബിൾ ആണ്. TeO2 ലെസ് സ്റ്റേബിൾ, ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ നല്ല ഓക്സിഡൈസിങ് ഏജന്റ് ഏതായിരിക്കും? TeO2. ഇനേർട്ട് പെയർ ഇഫക്റ്റ് മൂലം ടെല്ലൂറിയത്തിന് +2 ആണ് സ്റ്റേബിൾ, +4 സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ അത് ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. വിച്ച് ഷോസ് മാക്സിമം കാറ്റിനേഷൻ. ഈ കൂട്ടത്തിൽ ഏറ്റവും കാറ്റിനേഷൻ കാണിക്കുന്ന ആൾ ആരാന്ന് ചോദിച്ചാൽ സൾഫർ ആണ്. ഓക്കെ, ഓക്സിജന് കാറ്റിനേഷൻ പവർ കുറവാണ്, സൾഫറാണ് കാറ്റിനേഷൻ പവർ കൂടുതൽ. പിന്നെ അവിടുന്ന് പോകുന്നതോറും കാറ്റിനേഷൻ പവർ കുറയും. സിംഗിൾ ബോണ്ട് സ്ട്രെങ്ത് ആർക്കാണ് കൂടുതൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗ്രൂപ്പ് 15 അത് ഫോസ്ഫറസ് ആണ്, ഗ്രൂപ്പ് 14 അത് കാർബൺ ആണ്, ഫസ്റ്റ് എലമെന്റ് തന്നെയാണ്. ഓക്കെ, ആറ്റോമിസിറ്റി ഓഫ് സൾഫർ ഇൻ റോംബിക് സൾഫർ. റോംബിക് സൾഫർ ഈസ് S8 ആണ്. ചെയർ ഫോം, ബോട്ട് ഫോം സ്ട്രക്ചർ ഒക്കെ ഉണ്ട് അതിന്. ഓക്കെ, ഹാലജൻസ് ഗ്രൂപ്പ് 17, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നിസിൻ എല്ലാവരും നോൺ മെറ്റൽ ആണ്.
എല്ലാവരും നോൺ മെറ്റലാണ്. അതിൽ അസ്റ്റാറ്റിനും ടെന്നിസിനും റേഡിയോ ആക്റ്റീവാണ്. റേഡിയോ ആക്റ്റീവ് ഏറ്റവും അബണ്ടന്റ് ഫ്ലൂറിനാണ്. ദ അബണ്ടൻസ് ഓഫ് ഹാലജൻ ഈസ് അബണ്ടൻസ് ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ബ്രോമിൻ ഗ്രേറ്റർ ദാൻ അയഡിൻ ആണ്. ഓക്കെ, ആറ്റോമിക് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താഴോട്ട് വരുന്തോറും സൈസ് ഇൻക്രീസ്, താഴോട്ട് വരുന്തോറും സൈസ് കൂടുന്നു, അറിയാലോ. അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിക്രീസ്. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്, ഫ്ലൂറിൻ ലെസ് ദാൻ ക്ലോറിൻ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിൻ്റെ ഓർഡർ ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ബ്രോമിൻ ഗ്രേറ്റർ ദാൻ അയഡിൻ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി താഴോട്ട് വരുന്നതോറും കുറയുന്നു. മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഇൻ പീരിയോഡിക് ടേബിൾ ഈസ് ആരാണ്? ഫ്ലൂറിൻ ആണ്. ഓക്കെ, അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം. പിന്നെ ഇവിടെ എലമെന്റൽ ഫോം F2 Cl2 Br2 I2, F2 Cl2 Br2 I2. F2 താഴോട്ട് വരുന്തോറും ഇവിടെ ഡൈവാലന്റ് ഫോം ഡൈഹാലൈഡുകൾ F2 Cl2 Br2 I2 താഴോട്ട് വരുന്തോറും മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ്, ഡെൻസിറ്റി ഇൻക്രീസ്. പിന്നെ എക്സും F2 FF Cl2 ClCl XX ബോണ്ട് ലെങ്ത് താഴോട്ട് വരുന്നതും ഇൻക്രീസ്. അപ്പോൾ ബോണ്ട് സ്ട്രെങ്ത് താഴോട്ട് വരുന്തോറും ഡിക്രീസ്. പക്ഷെ അവിടെ എക്സെപ്ഷൻ ഉണ്ട്. FF ബോണ്ട് എനർജി ലോ. ഫ്ലൂറിൻ ബോണ്ട് എനർജി കുറവാണ്. ഫ്ലൂറിൻ ബോണ്ട്, ഫ്ലൂറിന്റെ സൈസ് കുറവാണ്, ബോണ്ട് ലെങ്ത് കുറവാണ്, പക്ഷെ ബോണ്ട് സ്ട്രെങ്ത് കൂടണം. പക്ഷെ ഫ്ലൂറിൻ ബോണ്ട് സ്ട്രെങ്ത് കുറവാണ്. കാരണം ഫ്ലൂറിനിൽ സ്മോൾ സൈസ് ആയതുകൊണ്ട് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ട്. അപ്പോൾ അടുത്താണെങ്കിലും ബ്രേക്ക് ചെയ്യാൻ കുറച്ച് എനർജി മതി. അതുകൊണ്ട് ഇവിടെ ബോണ്ട് സ്ട്രെങ്ത് ഓർഡർ ക്ലോറിനാ കൂടുതൽ. ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ബ്രോമിൻ ഗ്രേറ്റർ ദാൻ ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ അയഡിൻ. ഓക്കെ, റെഡ്യൂസിങ് ഏജന്റ് ആണ് കഴിവ് താഴ്ത്തി വരുന്നവർ കുറയുന്നു. ഹാലജന് കൂടുതൽ റെഡ്യൂസിങ് പവർ അല്ല, റെഡ്യൂസിങ് ഏജന്റ് അല്ല, ഓക്സിഡൈസിങ് ഏജന്റ് ആവുള്ള കഴിവ് താഴോട്ട് വരുന്നതോറും കുറയുന്നു. ഫ്ലൂറിൻ ഈസ് ദ ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ് എമംഗ് ഹാലജൻ. ഫ്ലൂറിൻ ക്യാൻ ഓക്സിഡൈസ് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ബ്രോമിൻ ക്യാൻ ഓക്സിഡൈസ് അയഡിൻ. ബ്രോമിൻ ക്യാൻ ഓക്സിഡൈസ് അയഡിൻ. ഈ ഫ്ലൂറിൻ യെല്ലോ കളറിലാണ്, ഫ്ലൂറിൻ ഗ്യാസ് യെല്ലോ, ക്ലോറിൻ ഗ്യാസ് ഗ്രീൻ കളറാണ്. ബ്രോമിൻ ലിക്വിഡ് ഫോമിൽ അത് റെഡ് കളറാണ്, അയഡിൻ വയലറ്റ് കളറാണ്. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. വയലറ്റ്, ഗ്രീൻ, ഫ്ലൂറിൻ യെല്ലോ ഗ്യാസ്. ഫ്ലൂറിനും ക്ലോറിനും ഗ്യാസാണ്. ബ്രോമിൻ ലിക്വിഡാണ്, അയഡിൻ സോളിഡാണ്. ഓക്കെ, ബ്രോമിൻ റെഡ് കളറാണ്. കളറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ. ഇവയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ഉണ്ട്, +1. ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ഏതൊക്കെ? +1 -1 ഓക്സിഡേഷൻ ഡ്യൂ ടു ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. ഫ്ലൂറിന് -1 മാത്രമേ കാണിക്കുള്ളൂ. എന്നാൽ ക്ലോറിനും ബ്രോമിനും അയഡിനും എല്ലാം -1 പുറമെ +1 +3 +5 +7 ഓക്സിഡേഷൻ സ്റ്റേറ്റുകളൊക്കെ കാണിക്കും എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. E0 ഓർഡർ ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ബ്രോമിൻ ഗ്രേറ്റർ ദാൻ. അതുകൊണ്ട് അതിൻ്റെ ഓക്സിഡൈസിങ് ഏജന്റ് ആവുള്ള കഴിവ് ഓർഡർ എങ്ങനെ ആയിരിക്കും? സോ ഓക്സിഡൈസിങ് പവർ ഓർഡർ എങ്ങനെ ആയിരിക്കും? ഫ്ലൂറിൻ ഈസ് ദ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് എമംഗ് ഹാലജൻ. റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യും. HF HCl HBr HI. ഗ്രൂപ്പിൽ താഴോട്ട് വരും തോറും HX bond length increase, bond strength decrease, thermal stability decrease, acidic character increase. HI ആണ് നല്ല സ്ട്രോങ് ആസിഡ് ആ കൂട്ടത്തിൽ. HF HCl HBr HI. HF വീക്ക് ആസിഡ് ആണ്, HI സ്ട്രോങ് ആസിഡ് ആണ്. പിന്നെ താഴോട്ട് വരുന്തോറും മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ്. സൈസ് കൂടുമ്പോൾ വാൻ ഡെർ വാൾസ് ഫോഴ്സ് കൂടും.
പക്ഷേ HF ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. HFന് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ലോ ആണ്. കാരണം ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ താഴോട്ട് വരുന്ന ഒരു മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് കൂടാണ്. അപ്പോൾ ഏറ്റവും കുറവ് വരേണ്ടത് HF ആയിരുന്നു. പക്ഷേ HFന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എക്സെപ്ഷണലി ഹൈ ആണ്. നോക്കൂ, അതിൽ ബോയിലിംഗ് പോയിന്റ് HFന് വളരെ കൂടുതലാണ്. മെൽറ്റിംഗ് പോയിന്റ് HIക്കാണ് കൂടുതൽ. HIനേക്കാളും HFന് കുറവാണ്. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് ഓർഡർ നിർബന്ധമായിട്ട് മാറിയിരിക്കുക. എന്തുകൊണ്ട് ഈ എക്സെപ്ഷൻ കേസ് ഉണ്ടായി? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്, ഒരു ഹാലജനും അടുത്ത ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ഹാലജനും കൂടി ചേർന്നുണ്ടാവുന്ന ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് XX ഡാഷ് XX3 ഡാഷ് XC-X7 ഡാഷ്. ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ ഹാലജൻസ്. ഓക്കെ, ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകൾ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. വിച്ച് ഈസ് ദ മോസ്റ്റ് വോളറ്റൈൽ കോമ്പൗണ്ട്? ഏറ്റവും നല്ല വോളറ്റൈൽ കോമ്പൗണ്ട് ഏതാണ്? മോസ്റ്റ് വോളറ്റൈൽ ഈസ് ലോ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറഞ്ഞ ആളാണ് മോസ്റ്റ് വോളറ്റൈൽ. അപ്പം മോസ്റ്റ് വോളറ്റൈൽ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറഞ്ഞ ആൾ. ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവ് ഏത് എന്നുള്ളതാണ്. HF എക്സെപ്ഷനലി ഹൈ ആണ്. അപ്പോൾ HCl ആണ് ലോ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ മോസ്റ്റ് വോളറ്റൈൽ ആരാണ്? HCl ആണ്. നമ്മൾ കരുതും HF ആണ്. താഴോട്ട് വരുന്നവർ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ HF ആണ് ലോ ബോയിലിംഗ് പോയിന്റ് എന്ന് വിചാരിക്കും. പക്ഷേ HFന് ബോയിലിംഗ് പോയിന്റ് ഹൈ ആണ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. അതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവ് HCl ആണ്, മോസ്റ്റ് വോളറ്റൈൽ ആണ്. കറക്റ്റ് ഓർഡർ ഓഫ് ആസിഡിറ്റി HI ആണ് നല്ല ആസിഡ്, HF വീക്ക് ആസിഡ് ആണ്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, acidic character increase down. Which one of the following halogen acid is a liquid? ഏതാണ് ലിക്വിഡ്? ലിക്വിഡ്? HF ഗ്യാസ്. HF ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട്, സ്ട്രോങ് വാണ്ടർവാൾസ് ഫോഴ്സ് ഉള്ളത് കൊണ്ട്, ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട് HF ലിക്വിഡിലാണ്. ബാക്കിയുള്ളവരെല്ലാം ഗ്യാസ് ആണ്. ഓക്കെ, ഫോർ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് പ്രോപ്പർട്ടീസ് ഓഫ് ഹാലജൻസ്? അതേപോലെ ഗ്രൂപ്പ് 60 ഇട്ടോ H2O ലിക്വിഡ്, ബാക്കി H2S H2SC ഒക്കെ ഗ്യാസ് ആണ്. ഓക്കെ, ഫോർ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് പ്രോപ്പർട്ടീസ് ഓഫ് ഹാലജൻ സീക്വൻസ്? ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ ആൻഡ് ബ്രോമിൻ ഗ്രേറ്റർ ദാൻ. താഴോട്ട് വരുന്നത് കുറയുന്നൊരു പ്രോപ്പർട്ടി ഏതാണ്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറയുന്നൊരു പ്രോപ്പർട്ടി ശരിയാണ്. ഇലക്ട്രോൺ അഫിനിറ്റിയിൽ എക്സെപ്ഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞാണ്. ആറ്റോമിക് റേഡിയസ് താഴോട്ട് വരുന്നതോറും കൂടുകയാണ് ചെയ്യുക. ബോയിലിംഗ് പോയിന്റ് അല്ലേ താഴോട്ട് വരുന്നതോറും കൂടുകയാണ് ചെയ്യുക. ഓക്കെ, വാണ്ടർവാൾസ് ഫോഴ്സ് കൂടുന്നത് കൊണ്ട്. ക്ലോറിൻ ക്യാൻ റിമൂവ്. യെസ്, ഫ്ലൂറിൻ ക്യാൻ ഓക്സിഡൈസ് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. Chlorine can oxidize bromine, iodine. So chlorine can remove Br minus from NaBr because chlorine is the better oxidizing agent than bromine. So NaBrലെ Br minus remove ചെയ്തിട്ട് Br2 ഫോം ചെയ്യും. That means chlorine oxidize. ബൈ പ്രോഡക്റ്റ് എന്തായിരിക്കും? NaCl ആയിരിക്കും. Chlorine oxidize Br minus to Br2. ക്ലോറിൻ അയഡിനെയും ഓക്സിഡൈസ് ചെയ്യും. Cl minus NaCl റിമൂവ് ചെയ്യില്ല. F minus ഫോം from NaF. നോ, ക്ലോറിൻ F മൈനസിനെ റിമൂവ് ചെയ്യാൻ കഴിവില്ല. ഫ്ലോറിൻ ഈസ് ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ് ദാൻ ക്ലോറിൻ. ക്ലോറിൻ തിരിച്ച് ഫ്ലോറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിവില്ല. വിച്ച് ഓഫ് ദ ഫോളോവിങ് പെയർ ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? എ ഹാലജൻ വിച്ച് ഈസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ഈസ് ബ്രോമിൻ. ശരിയാണ്. ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഫ്ലോറിൻ. ശരിയാണ്. ദ മോസ്റ്റ് റിയാക്റ്റീവ് ഹാലജൻ ഫ്ലോറിൻ. ശരിയാണ്. ദ സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിങ് ഹാലജൻ അയോഡിൻ. തെറ്റാണ്, അത് ഫ്ലോറിൻ ആണ്. സോ ഓപ്ഷൻ 4 ഇൻകറക്റ്റ്. അതാണ് ഓപ്ഷൻ. ദ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ദ ഹാലജൻസ്. ഇലക്ട്രോൺ അഫിനിറ്റി താഴോട്ട് വരുന്തോറും കുറയും. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിന്റെ ഓർഡർ തന്നെയാണത് ഇലക്ട്രോൺ അഫിനിറ്റി. പക്ഷേ ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാ? ക്ലോറിൻ ആണ് അല്ലേ? ക്ലോറിന് ഫ്ലോറിനേക്കാളും കുറവാണ്, കൂടുതലാണ്. ഫ്ലോറിന് ക്ലോറിനേക്കാളും കുറവാണ്. പിന്നെ ഫ്ലോറിൻ ലെസ് ദാൻ ക്ലോറിൻ, ബട്ട് ക്ലോറിൻ ഗ്രേറ്റർ ദാൻ. പക്ഷെ ഇവിടെ ക്ലോറിൻ ലെസ് ദാൻ എന്നാ കൊടുത്തത്, അതല്ല. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. നോക്കൂ, ദ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഫോളോസ് ദ ഓർഡർ. ബട്ട് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഫ്ലോറിനാണ്. ഫ്ലോറിൻ കഴിഞ്ഞാൽ പിന്നെ ഓക്സിജനാണ്. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. The correct order of reactivity of halogens with alkalis.
ആൽക്കലിയുമായിട്ട് ഹാലജന്റെ റിയാക്ടിവിറ്റി, ഫ്ലോറിൻ ഈസ് ദ റിയാക്ടിവിറ്റി ഓഫ് ഹാലജൻ ഡിക്രീസ് ഡൗൺ, ഫ്ലോറിൻ ഗ്രേറ്റർ ദാൻ, ക്ലോറിൻ ഗ്രേറ്റർ ദാൻ, ബ്രോമിൻ ഗ്രേറ്റർ ദാൻ അയഡിൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഹാസ് ലോവസ്റ്റ് ബോണ്ട് ഡിസോസിയേഷൻ? ഏറ്റവും ബോണ്ട് ഡിസോസിയേഷൻ കുറവ് ഫ്ലോറിനാണ്, ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഇതിന്റെ ഡിസോസിയേഷൻ എനർജി? ക്ലോറിൻ ഗ്രേറ്റർ ദാൻ, ബ്രോമിൻ ഗ്രേറ്റർ ദാൻ, ഫ്ലോറിൻ ഗ്രേറ്റർ ദാൻ അയഡിൻ. പക്ഷേ ഫ്ലോറിൻ ഗ്രേറ്റർ ദാൻ അയഡിൻ, സോറി, ഏറ്റവും ബോണ്ട് ഡിസോസിയേഷൻ, ശ്രദ്ധിക്കൂ, നമ്മൾ ശ്രദ്ധ പോയാൽ ഉത്തരം തെറ്റും. ഇവിടെ അയഡിൻ ഉണ്ട്, അയഡിൻ അല്ലേ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഏറ്റവും കുറവ്? ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ അവിടെ അയഡിനുള്ള അവർ ക്ലോറിനും ബ്രോമിനും ഫ്ലോറിനും തന്നെന്ന് മാത്രം വിചാരിച്ചത്. അയഡിൻ തന്നിട്ടുണ്ട്. ഫ്ലോറിന് ക്ലോറിനേക്കാളും ബ്രോമിനേക്കാളും ബോണ്ട് ഡിസോസിയേഷൻ ഫ്ലോറിന് കുറവാണ്. എക്സെപ്ഷനലി അത് ഓർത്ത് വെക്കേണ്ടതാണ്, കാരണം പറഞ്ഞു. പക്ഷേ ഫ്ലോറിനേക്കാളും ബോണ്ട് ഡിസോസിയേഷൻ കുറവാണ്, സൈസ് കൂടുതലായതുകൊണ്ട് അയഡിന്. അതുകൊണ്ട് ഓപ്ഷൻ 4 ആണ് അവിടെ ആൻസർ. ആ ഓർഡർ നമ്മൾ പഠിപ്പിച്ചതാണ്. 0th ഗ്രൂപ്പ്, ദാറ്റ് മീൻസ് ഗ്രൂപ്പ് 18, നോബിൾ ഗ്യാസസുകൾ. ഏതൊക്കെ നോബിൾ ഗ്യാസുകൾ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റേഡോൺ, ഒഗനസോൺ. റേഡോണും ഒഗനസോണും റേഡിയോ ആക്റ്റീവ് ആണ്. നോബിൾ ഗ്യാസുകൾ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റേഡോൺ. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP6. ദേ കംപ്ലീറ്റ് ദെയർ ഒക്റ്ററ്റ്. അതുകൊണ്ട് ഇവർക്ക് അയണൈസേഷൻ താല്പര്യം വളരെ കൂടുതലായിരിക്കും. ഇലക്ട്രോൺ ഗെയിൻ താല്പര്യം 0 ആയിരിക്കും അല്ലേ? ഇലക്ട്രോൺ ഗെയിൻ താല്പര്യം വളരെ പോസിറ്റീവ് ആയിരിക്കും. ഇലക്ട്രോൺ അഫിനിറ്റി 0 ആയിരിക്കും. NS2 NP6 ആണ് അവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദേ കംപ്ലീറ്റ് ദെയർ ഒക്റ്ററ്റ്. ഓക്കെ, കോമ്പൗണ്ട്സ് ഓഫ് സിനോൺ. സിനോണിന്റെ ഒരു ഫസ്റ്റ് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്ത കോമ്പൗണ്ട് XCPTF6. N ബാർട്ടിലറ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് പ്രിപ്പയർ ചെയ്തത്. ഒരു വർഷം ചോദിച്ചതാണ്. സിനോണിന്റെ ഫസ്റ്റ് നോബിൾ ഗ്യാസ് കോമ്പൗണ്ട് പ്രിപ്പയർഡ് ഇൻ ലബോറട്ടറി, N ബാർട്ടിലറ്റ്, XCPTF6. ഓക്കെ, സിനോണിന്റെ കോമ്പൗണ്ട്, സിനോൺ ഹീലിയം, നിയോണും ആർഗണും നോ കോമ്പൗണ്ട്സ്. ക്രിപ്റ്റോണിന്റെ ഒരു കോമ്പൗണ്ട് KrF2 ഫോം ചെയ്യുന്നുണ്ട്, KrF2. സിനോണിന്റെ ഫ്ലൂറൈഡുകൾ XCF2, XCF4, XCF6 ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. സിനോണിന്റെ ഓക്സൈഡ് XCO3. റാഡോണിന്റെ ഒരു ഫ്ലൂറൈഡ് ReNF2, നോട്ട് ബീൻ ഐസൊലേറ്റ് ഓൺലി ഐഡന്റിഫൈഡ് ബൈ റേഡിയോ ട്രേസർ ടെക്നിക്. ഓക്കെ, സിനോൺ ഫ്ലോറിൻ കോമ്പൗണ്ടുകൾ. സിനോൺ ഫ്ലോറിൻ കോമ്പൗണ്ടുകളായിട്ട് നമുക്കവിടെ പഠിക്കാനുള്ളത് സിനോണും ഫ്ലോറിനും കൂടി ചേർന്നിട്ടുണ്ടാകുന്ന സിനോണിന്റെ ഫ്ലോറിൻ കോമ്പൗണ്ടുകൾ XCF2, XCF4, XCF6. ഓക്കെ, സിനോണിന്റെ ഫ്ലോറിൻ കോമ്പൗണ്ടുകൾ. ഈ സിനോണിന്റെ ഫ്ലോറിൻ കോമ്പൗണ്ടുകൾ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, സിനോണിന്റെ ഫ്ലോറിൻ കോമ്പൗണ്ടുകൾ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിനോണിന്റെ ഓക്സൈഡുകൾ കിട്ടും. XCF2 ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ XCയും HFും O2 ആണ് ഉണ്ടാവുന്നത്. എന്നാൽ XCF4 ഹൈഡ്രലൈസ് ചെയ്താൽ XCയും XCO3, സിനോണിന്റെ ഓക്സൈഡ് ഫോം ചെയ്യും, പ്ലസ് HFും O2 ഉണ്ട്. XCF6 ഹൈഡ്രലൈസ് ചെയ്താൽ XCO3യും HFും ഉണ്ട്. ഈ XCO3 സിനോണിന്റെ ഓക്സൈഡാണ്, അതിന് പിരമിഡൽ ഷേപ്പാണ്, അത് ഹൈലി എക്സ്പ്ലോസീവ് ആണ് XCO3 എന്നൊക്കെ പറയുന്നത്. ഓക്കെ, വിച്ച് എലമെന്റ് ഔട്ട് ഓഫ് ഹീലിയം, ആർഗൺ, ക്രിപ്റ്റോൺ ആൻഡ് xenon ഫോംസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് കോമ്പൗണ്ട്സ്? ഇതിൽ ഏറ്റവും കോമ്പൗണ്ട് ഫോം ചെയ്യാത്ത ആളാരാണ്? ഹീലിയമാണ്. എന്തുകൊണ്ട്? ഹീലിയത്തിന് ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ലീസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. അപ്പം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ സ്വീകരിക്കാനുള്ള കഴിവ് വളരെ കുറവാണ്, അയണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണ്. ദ കറക്റ്റ് സൊലബിലിറ്റി ഇൻ വാട്ടർ ഫോർ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റേഡോൺ. ഓക്കെ, താഴോട്ട് വരുന്നതോടെ സൊലബിലിറ്റി ഇൻക്രീസ്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, റേഡോൺ ഇൻക്രീസ് ഡൗൺ.
Solubility increased down. So option 3 is the right answer. Okay. XCF6 on complete hydrolysis. XCF6 complete hydrolysis ചെയ്തപ്പോൾ പറഞ്ഞു XCO3 ഫോം ചെയ്യും. പാർഷ്യൽ ഹൈഡ്രോലൈസ് ഫോം ചെയ്യുമ്പോൾ ഓക്സി ഫ്ലോറൈഡുകളാണ് ഉണ്ടാവുക. ദ കറക്റ്റ് ജോമെട്രി ആൻഡ് ഹൈബ്രിഡൈസേഷൻ ഓഫ് XCF4. ഓക്കെ, കെമിക്കൽ ബോണ്ടിൽ നിങ്ങൾ പഠിച്ചാണ് XCF4 സ്ക്വയർ പ്ലാനാർ ആണ്, sp3D2 ആണ്. XCF4 ജോമെട്രി ഷേപ്പ് അല്ല, സ്ക്വയർ പ്ലാനാർ ആണ്. സോ ഹൈബ്രിഡൈസേഷൻ sp3D2 ആണ്. ഓക്കെ. ദ മോസ്റ്റ് അബണ്ടന്റ് ഇനേർട്ട് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇനേർട്ട് ഗ്യാസ് ഏതാണ്? ആർഗൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പി ബ്ലോക്ക് എന്ന് പറയുന്ന വലിയൊരു ഏരിയ ആണ്. പക്ഷെ അതിന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. പ്രധാനപ്പെട്ട തിയറികൾ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പി ബ്ലോക്ക് കോൺഫിഡൻ്റ് ആയിട്ട്, ഇപ്പോൾ നമ്മൾ തന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ചെറുതായിട്ട് നോട്ടാക്കിയിട്ട് ഒന്നൊരു പ്രാവശ്യമെങ്കിലും വായിച്ചാൽ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷയെ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ബൈ.